നമസ്കാരം. മാർക്ഫെല്ലറുടെ പുറത്തേക്ക് മഴ പെയ്യും പോലെ അതിശക്തമായിട്ട് ഒരൊറ്റ പോയിന്റിലേക്ക് പ്രകാശത്തിന്റെ ഒരു തൂണ് താഴേക്ക് വന്ന് പതിക്കുകയാണ്. നീലയും വെള്ളയും കലർന്ന ഒരു ഐസ് ബ്ലൂ കളർന്ന് വിളിക്കാൻ കഴിയുന്ന കളറിലാണ് ആ പ്രകാശം താഴേക്ക് വരുന്നത്. നൂറുകണക്കിന് മേഘങ്ങൾ ആകാശത്തുണ്ട്. അതിലെ ഏതോ ഒരു മേഘത്തിൽ നിന്നാണ് അതിശക്തമായ ആ പ്രകാശം താഴേക്ക് പതിച്ചിരിക്കുന്നത്. ആ മേഘത്തോട് ലയിച്ചു ചേർന്നോട് മറ്റു മേഘങ്ങളും ആ പ്രകാശത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട്. അതിശക്തമായ പ്രകാശം വൻ പവറോടുകൂടി മാർക്ഫെല്ലറുടെ പുറത്തേക്ക് പതിക്കുമ്പോൾ മാർക്ക് തന്റെ സർവശക്തിയുമെടുത്ത് ആ പ്രകാശത്തെ പ്രതിരോധിക്കുകയാണ്. അബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാർക്ക് കൈമുഷ്ടി ചുരുട്ടി ആ പ്രകാശത്തിലേക്ക് ആഞ്ഞിടിച്ചെങ്കിലും ആ പ്രകാശത്തിന്റെ പ്രഷറിൽ മാർക്ക് തറയിലേക്ക് വീണു. ഈ സമയത്ത് തേർഡ് ലെവൽ ബാറ്റിൽ ഫോർമുലയും അതുപോലെ വജ്ര ബോഡിയൊക്കെ മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ മാന്ത്രിക സ്പെല്ലുകൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു സുവർണ്ണ നിറത്തിലും അതേസമയത്ത് പച്ച നിറത്തിലുള്ള കവറുകളുണ്ട്. ആ കവറുകളുടെ ബലത്തിലാണ് മാർക്ഫെല്ലർ യഥാർത്ഥത്തിൽ ആ ട്രിബുലേഷനെ തടുക്കുന്നത്. എന്നിട്ടും മാർക്ക് താഴേക്ക് വീണു. താഴേക്ക് മാർക്ക് വീഴുമ്പോൾ ശക്തമായ ആ ഊർജം തറയിൽ ഇടിച്ച് ചിതറുകയാണ്. സ്വാഭാവികമായിട്ടും ആ ഭാഗത്തുള്ള മണ്ണും ചെറിയ ചെടികളൊക്കെ ചിതറിത്തെറിക്കുന്ന ആ രംഗം ദൂരെ നിൽക്കുന്ന ലീന ഡെവിസും അതുപോലെ ഹാൻസ് മില്ലറും കാണുന്നുണ്ട്. അവർക്ക് നേരെ ഓപ്പോസിറ്റ് അവരുടെ ദൃഷ്ടിപ്പെടാതെ നിൽക്കുന്ന സീമബായിക്ക് ഒപ്പമുള്ള ആ കറുത്ത മനുഷ്യരും കാണുകയാണ്. ആ 4 പേരും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ആ ഹെവൻലി ട്രിബുലേഷന്റെ ആ അറ്റാക്ക് കാണുന്നത്. ശരിക്കും ഹെവൻലി ട്രിബുലേഷൻ 9 അറ്റാക്കാണ്. അതിൽ 1ാമത്തെ അറ്റാക്കാണ് ഇതാ സംഭവിച്ചിരിക്കുന്നത്. ആ കാഴ്ച കണ്ട് എല്ലാവരും മാർക്ഫെല്ലർ വീണ ഭാഗത്തേക്ക് തന്നെ ശ്വാസം അടക്കി പിടിച്ച് നോക്കുകയാണ്. മാർക്ക് ആ ഒറ്റ സ്പെല്ലിൽ അവസാനിച്ചു എന്ന് ഒരു തോന്നൽ ലീനയ്ക്ക് ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ലീനയ്ക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിൽ സന്തോഷം ഇങ്ങനെ ഉള്ളിലേക്ക് ഇരച്ചു കയറി വരികയാണ്. പക്ഷെ തൊട്ടടുത്ത് സാക്ഷാൽ ഹാൻസ് മില്ലർ നിൽക്കുകയാണ്. അതുകൊണ്ട് ആ സന്തോഷം പുറത്തു കാണിക്കാതെ അവൾ വളരെ വളരെ ആകാംക്ഷയോടുകൂടി ആ മാർക്ഫെല്ലർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് സാവധാനം എണീക്കുന്ന രംഗമാണ് അവൾ കണ്ടത്. അത് കണ്ടതും ഹാൻസ് മില്ലറുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക്, ഞാൻ പ്രതീക്ഷിച്ചു തന്നെ സംഭവിച്ചു. ശരിക്കും അത് പറയുമ്പോൾ വല്ലാത്തൊരു അഭിമാനം ഹാൻസിന്റെ മുഖത്തുണ്ട്. പക്ഷേ അതേ സമയത്ത് ലീനയുടെ മുഖം വലിഞ്ഞു മുറുകയാണ്. അവൾ പ്രതീക്ഷിച്ച റിസൾട്ട് അല്ല അവിടെ ഉണ്ടായിരിക്കുന്നത്. അവര് നോക്കി നിൽക്കേ മാർക്കിന്റെ ആ പൊട്ടിപ്പൊളിഞ്ഞ ബോഡി വീണ്ടും ശരിയാവുകയാണ്. അതിവേഗം ഹീൽ ചെയ്യപ്പെടുകയാണ്. മാർക്കിന്റെ ബോഡി ഹീൽ ചെയ്യാൻ വേണ്ടി ആകാശത്ത് മേഘങ്ങൾ നോക്കി നിൽക്കുകയാണോ എന്ന് തോന്നുന്ന ശൈലിയിൽ മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടു കൂടുകയാണ്. ഈ കാഴ്ച കാണുന്ന സീമാബായിയോട് അടുത്ത് നിൽക്കുന്ന ആള് പറഞ്ഞു, സീമാബായി, നമുക്ക് മാർക്കിനെ ആക്രമിക്കണ്ടേ? ഏയ് നിക്ക്. ഈ ഹെവൻലി ട്രിബുലേഷൻ ഈ ശൈലിയിൽ ആരെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല. ആദ്യമായിട്ടാ ഈ അളവിലുള്ള ഒരു അറ്റാക്ക് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് അല്പം കൂടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ സീമാബായിയും ആ കറുത്ത വസ്ത്രക്കാരനും സംസാരിക്കുമ്പോൾ ലീന ഡെവിസ് ഹാൻസ് മില്ലറോട് പറഞ്ഞു, ഹാൻസ്, മാർക്ക് ഈ ഹെവൻലി ട്രിബുലേഷൻ അതിജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏയ് ലീന, നീ അതൊന്നും പറയാതെ. മാർക്ക് ശരിക്കും ശക്തനാണ്. അവൻ ഈ ട്രിബുലേഷൻ അതിജീവിക്കും. അങ്ങനെ പറഞ്ഞിട്ട് ഹാൻസ് മില്ലർ മാർക്ഫെല്ലർ എണീറ്റ് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാർക്ക് ആകാശത്ത് ആ മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് കൃത്യമായി കണ്ടു. ആ മേഘങ്ങളുടെ ശക്തി ഒന്നുകൂടി ഒന്ന് വർദ്ധിച്ചുവെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ്. മേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിന്റെ ആ അളവ് കൂടുന്ന കണ്ടതും അവ പുറത്തേക്കും താഴേക്കും കൊടുക്കുന്ന പ്രഷർ കൂടി വരുന്നത് കണ്ട ഹാൻസ് മില്ലർ ലീനയോട് പറഞ്ഞു, ലീന പുറകോട്ട് മാറ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് മില്ലർ ലീനയുടെ കൈ പിടിച്ച് ഒത്തിരി പുറകോട്ട് ഒരൊറ്റ ഓട്ടം. അതുപോലെ തന്നെ മറുഭാഗത്ത് സീമബായിയും ആ കറുത്ത വേഷധാരിയും പുറകോട്ട് മാറി. കാരണം ആ സമയത്ത് ആ സെക്കൻഡ് ട്രിബുലേഷൻ അതിശക്തമായി താഴേക്ക് വരികയാണ്. താഴേക്ക് വരുന്ന ആ ഹെവൻലി ട്രിബുലേഷൻ താഴേക്ക് കൊടുക്കുന്ന പ്രഷർ സ്വാഭാവികമായിട്ടും സീമബായിക്കും അതുപോലെ ഹാൻസ് മില്ലർക്കും അനുഭവപ്പെട്ടിരുന്നു. അതിശക്തമായ പ്രഷർ ആ ഉയരത്തിൽ നിന്ന് തന്നെ അനുഭവപ്പെടുകയാണെങ്കിൽ ആ ട്രിബുലേഷൻ താഴെ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് വളരെ വലുതായിരിക്കുമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ അവരുടെ കൂടെയുള്ള ആളുകളെ വിളിച്ചു മാറ്റിയത്. ഈ സമയത്ത് മാർക്ഫെല്ലർ 5th ലെവൽ ബാറ്റിൽ ഫോർമുല ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ കയ്യിൽ കുറച്ച് മാന്ത്രിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. 9 ട്രിബുലേഷൻ ഉള്ളതുകൊണ്ട് മാർക്കിന് ആ ട്രിബുലേഷനുകൾ നേരിടാൻ ആ മാന്ത്രിക ആയുധങ്ങൾ വേണമെന്നറിയാം. 9 ട്രിബുലേഷനുകളാ ഉള്ളത്. മാർക്കിന്റെ കയ്യിലുള്ള മാന്ത്രിക ആയുധങ്ങളുടെ എണ്ണം പരിമിതമാണ്.
9 ട്രിബുലേഷനുകൾ ഉള്ളതുകൊണ്ട് അവയെ നേരിടാൻ ആ ആയുധങ്ങൾ പലതും വേണ്ടിവരും. അതുകൊണ്ടാണ് ആദ്യത്തെ ട്രിബുലേഷനുകളെ സ്വന്തം കൈക്കരുത്തുകൊണ്ടും ബോഡി കരുത്തുകൊണ്ടും നേരിടാമെന്ന് മാർക്ക് കരുതിയത്. മാർക്ക് 5th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തിട്ട് 10,000 ഫിസ്റ്റ് എന്ന മാർക്ക് തന്നെ സൃഷ്ടിച്ച ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിന്റെ പിതാവിന്റെ ലൈബ്രറിയിലെ സ്പെല്ലുകളെ ഡിപ്പെൻഡ് ചെയ്യാതെ മാർക്ക് സ്വന്തമായി സൃഷ്ടിച്ചെടുത്ത ആ 10,000 ഫിസ്റ്റ് എന്ന ആ സ്പെല്ല് ആക്ടിവേറ്റ് ചെയ്ത മാർക്ക് റെഡിയായി അങ്ങ് നിൽക്കുമ്പോൾ അതിശക്തമായി ആ നീലയും വെള്ളയും കലർന്ന പ്രകാശം ആകാശത്ത് നിന്ന് താഴേക്ക് കുതിച്ചു. അത് താഴേക്ക് ഇങ്ങനെ കുതിച്ചു വരുമ്പോൾ വല്ലാത്തൊരു മുഴക്കം അനുഭവപ്പെടുകയാണ്. ആ എൻറ്റയർ സൈലന്റ് വാലിയിലും ഇപ്പോൾ ശബ്ദം നിറഞ്ഞിരിക്കുകയാണെന്ന് പറയാം. ആ ലൈഫ്ലെസ് വാലി എന്ന് വിളിക്കപ്പെട്ട ആ താഴ്വര ഏതാണ്ട് വിറച്ചു തുടങ്ങി. 2 ഭാഗത്തുള്ള മലകൾ കുലുങ്ങുകയാണ്. മലകൾ കുലുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും പാറകൾ അടർന്ന് താഴേക്ക് വീഴുകയാണ്. സാധാരണ ഭൂമിയിൽ ഒരു ഭൂമികുലുക്കം സംഭവിക്കുമ്പോൾ സകല മലകളും ഇടിഞ്ഞു വീഴുന്ന അതേ ശൈലിയിൽ അവിടെ ആ ഹെവനിൽ ആ സൈലന്റ് വാലിയിൽ മലകൾ ഒന്നാകെ അടരുകയാണ്, ഒന്ന് കുലുങ്ങുകയാണ് മുഴുവൻ സ്ഥലവും. മാർക്ക് നിൽക്കുന്ന പ്രതലം പോലും ആ കല്ലുകൾ താഴേക്ക് വീഴുന്ന ആ ആഘാതത്തിൽ കുലുങ്ങുന്നുണ്ട്. പക്ഷെ മാർക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ നീലപ്രകാശത്തിലാണ്. ശക്തമായ പ്രഷറിൽ അതിങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ചുറ്റും സ്റ്റാർട്ട് ചെയ്ത രംഗങ്ങൾ അതിന്റെ പരമോന്നതിയിലേക്ക് അങ്ങനെ വ്യാപിക്കുമ്പോൾ അതിശക്തമായി ആ പ്രകാശം മാർക്കിന്റെ മുകളിലേക്ക് വീണു. മാർക്കിന്റെ മുകളിലേക്ക് ആ പ്രകാശം വീണ ആ നിമിഷത്തിൽ മാർക്കിന്റെ ആ മാന്ത്രിക സ്പെൽ ഒന്ന് വർക്കൗട്ടായി. ആ 10,000 ഫിസ്റ്റ് മാർക്ക് തന്നെ ജനറേറ്റ് ചെയ്ത ആ ഫിസ്റ്റ് പാഞ്ഞു വരുന്ന ആ നീലപ്രകാശത്തിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുകയാണ്. പക്ഷേ ആ ഇടി അതിശക്തമായി ആ നീലപ്രകാശത്തിൽ പതിച്ചിട്ടും ആ നീലപ്രകാശത്തിന്റെ പവറിന് കുറവൊന്നും വന്നില്ല. അത് മാർക്കിന്റെ പുറത്തേക്ക് ശക്തമായി വീണു. മാർക്കിന്റെ ഇന്റേണൽ എനർജി അതിന്റെ പരമോന്നതിയിൽ നിൽക്കുകയാണ്. 5th ലെവൽ ബാറ്റിൽ വേർഡ് ഫോർമുലയാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും മാർക്കിന്റെ ശക്തി 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ ഇന്റേണൽ എനർജി അതിശക്തമായി സ്പ്രെഡായിരിക്കുന്ന ആ സമയത്താണ് ആ ബ്ലൂ വൈറ്റ് പ്രകാശം മാർക്കിന്റെ ബോഡി പതിച്ചത്. തൽഫലമായി മാർക്ക് താഴേക്ക് വീണു. താഴേക്ക് വീഴുമ്പോഴും തറയിൽ വീണ് കിടക്കുന്ന മാർക്ക് 2 കൈയിലേക്കും ആ 10,000 ഫിസ്റ്റിന്റെ സ്പെല്ല് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായി ആ കൈകൾ നിവർത്തിപ്പിടിച്ച് ആ ബ്ലൂ കളറിലെ ആ പ്രകാശത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഇപ്പോ ആ വജ്ര ബോഡി കൊണ്ട് കവേർഡാണ്. അതേ സമയത്ത് 5th ലെവൽ ബാറ്റിൽ ഫോർമുല കൊണ്ട് മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള ഊർജത്തിന്റെ അളവ് വർദ്ധിച്ചിട്ടുമുണ്ട്. അതെല്ലാം കൂടി തന്റെ 2 കൈയിലേക്കും കേന്ദ്രീകരിച്ച് മാർക്ക് ആ ബ്ലൂ ഫ്ലെയിമിനെ അങ്ങനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ വേറെ ഒന്നും കാണാനില്ല. കണ്ണഞ്ചിക്കുന്ന പ്രകാശം. ആ കണ്ണഞ്ചിക്കുന്ന പ്രകാശം താഴേക്ക് പതിച്ച ആ നിമിഷത്തിൽ തറ ഏതാണ്ട് ഇളകി തെറിച്ചു എന്ന് പറയാം. പൊടിയും മണ്ണും തെറിക്കുന്നതിനൊപ്പം അനവധി പാറകൾ അടർന്ന് താഴെ വീഴുമ്പോൾ അതുണ്ടാക്കുന്ന ശബ്ദവും അതുണ്ടാക്കുന്ന പൊടികളും എല്ലാം അവിടെ അങ്ങ് നിറയുകയാണ്. ശബ്ദവും പ്രകാശവും പൊടിയും മാർക്ക് ഫെഡർക്ക് ചുറ്റും മുഴുവൻ സ്ഥലത്തും വ്യാപിച്ചിരിക്കുകയാണ്. വളരെ ദൂരേക്ക് ഓടി മാറിയ സീമാഭായിയും ആ ചെറുപ്പക്കാരനും ആ പൊടി പടലം കാണുന്ന സ്ഥലത്തേക്ക് തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അവർക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതേ അവസ്ഥ തന്നെയാണ് ലീന ഡെവിസിനും ഹാൻസ് മില്ലർക്കും ഉള്ളത്. അവരും മാർക്ക് ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് നോക്കുകയാണ്. മാർക്കിന്റെ ആ ഭാഗത്ത് ഒന്നും കാണാനില്ല. ആ കാഴ്ച അല്പനേരം നോക്കി നിൽക്കുമ്പോൾ ലീന ഡേവിസിന്റെ ഉള്ളങ്ങനെ നിറഞ്ഞു വരികയാണ്. സന്തോഷം അവളുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു വന്ന അവൾ അറിയാതെ ഒന്ന് ചാടിപ്പോയി. ലീന ഡേവിസിനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ആ പൊടി പടലങ്ങളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് ഹാൻസ് മില്ലർ. ഹാൻസ് വല്ലാതെ അസ്വസ്ഥനാണ്. പെട്ടെന്ന് ഹാൻസ് ഉറക്കെ ലീനയോട് പറഞ്ഞു, ലീന, മാർക്കിനൊന്നും പറ്റിയില്ല. മാർക്കിന്റെ ഇന്റേണൽ എനർജി ഇപ്പോഴും അതിശക്തമായി ഹാൻസ് മില്ലർക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാർക്കിന്റെ ഓറ അപ്പോഴും ഹാൻസിന് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ മാർക്കിന് അപ്പോഴും ജീവനുണ്ടെന്നാണ്. അത് കേട്ടതും ഒന്ന് മുകളിലേക്ക് ചാടിയ ലീന ഡേവിസ് അറിയാതെ താഴെ നിന്നു പോവുകയാണ്. അവളുടെ മുഖം അങ്ങ് വിവരണമായി. അവള് ഒരു മൈറ്റി ലെവൽ ഫിഗറാണ്. അതുപോലെ ഹാൻസ് മില്ലർ മൈറ്റി ലെവലിലേക്ക് അവര് നേസന്റ് സോളിൽ കടന്നപ്പോൾ അവരും ഹെവൻലി ട്രിബുലേഷന് വിധേയരായ ആളുകളാണ്. ആ ഹെവൻലി ട്രിബുലേഷൻ സമയത്ത് ഇതുപോലെ ആകാശത്ത് മേഘങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ മേഘങ്ങൾ അവർക്ക് മുകളിലേക്കും ഇതേപോലെ ഊർജം വർഷിക്കുകയും ചെയ്തതാണ് മിന്നലിന്റെ രൂപത്തിൽ. പക്ഷെ അന്ന് അവർക്ക് അനുഭവപ്പെട്ട ആ മിന്നലിന്റെ ശക്തിയും ഇപ്പോ മാർക്കിന് മുകളിൽ വീണ മിന്നലിന്റെ ശക്തിയും കമ്പാരിസൺ പോലും അർഹിക്കുന്നില്ല. രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മാർക്ക് അവരെ എല്ലാവരെക്കാളും
100 മടങ്ങ് മുകളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ആ മിന്നലുകളുടെ ശക്തി വിളിച്ചു പറയുകയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ലീനയ്ക്ക് വല്ലാത്തൊരു ദേഷ്യവും വല്ലാത്തൊരു പ്രതികാര വാഞ്ഛയും ഉണ്ടാവുകയാണ്. അസൂയ അതിന്റെ പരമോന്നതയിൽ ലീനയിലേക്ക് കടക്കുമ്പോൾ ഹാൻസ് മില്ലർ സന്തോഷത്തോടെ ഈ കൈകളും അറിയാതെ പൊക്കിപ്പോവുകയാണ്. ശരിക്കും ഒരു ആവേശം ഹാൻസ് മില്ലർ അങ്ങനെ കയറി വരികയാണ്. ഈ സമയത്ത് പൊടിപടലങ്ങൾ സാവധാനം അടങ്ങി. ഈ കാഴ്ച മറുകരയിലുള്ള സീമാബായിയും കണ്ടു. സീമാബായി അമ്പരപ്പോടെ കൂടെ നിൽക്കുന്ന ആളോട് പറഞ്ഞു, ഹേയ്, ഇവൻ ശരിക്കും ഒരു അസാധ്യ സംഭവമാണല്ലോ, ഒരു ജീനിയസ് തന്നെയാണ് ഈ മാർക്ക് ഫെല്ലർ. അതേ സീമാബായി, ശരിക്കും ഇവൻ നമുക്കൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചനെ. സീമാബായിയും ആ ചെറുപ്പക്കാരനും ഒരേ കാര്യമാണ് പറയുന്നത്. പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അറിയാം മാർക്ക് ഫെല്ലറുടെ രീതി അനുസരിച്ച് മാർക്ക് അവരോടൊപ്പം കൂടില്ലെന്ന്. അത് മനസ്സിലേക്ക് വന്നതും ആ ചെറുപ്പക്കാരൻ സീമാബായിയോട് ചോദിച്ചു, സീമാബായി, ഇനിയും നമ്മൾ കാക്കണോ? നമുക്ക് ഇവനെങ്കിൽ അവസാനിപ്പിക്കണ്ടേ? നിക്ക്, 2 ട്രിബുലേഷനിലേ ആയുള്ളൂ, നമുക്ക് അടുത്തത് കൂടെ നോക്കാം. അങ്ങനെ അവർ പറയുമ്പോൾ തറയിൽ ഏതാണ്ട് അനങ്ങാതെ കിടക്കുകയാണ് മാർക്ക് ഫെല്ലർ. മാർക്ക് ഫെല്ലറുടെ ദേഹം മുഴുവൻ വിയർത്ത് കുളിച്ചിട്ടുണ്ട്. അതേ സമയത്ത് രക്തവും ചിതറിയിട്ടുണ്ട്. പക്ഷെ ആ വിയർപ്പും രക്തവും ഒക്കെ മാർക്കിന്റെ ദേഹത്തുനിന്ന് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അപ്രത്യക്ഷമാവുകയാണ്. അത്രയേറെ പവർ, ചൂട് ആ നീല പ്രകാശത്തിന് ഉണ്ടായിരുന്നു. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമുള്ള മണ്ണിൽ മാർക്കിന്റെ രക്തം വീണിട്ടുണ്ടായിരുന്നു. ആ രക്തത്തിന്റെ ഗന്ധം അങ്ങ് അകലെ ലീനയും ഹാൻസും ഒക്കെ തിരിച്ചറിയുന്നുണ്ട്. ഇത്രയും രക്തം ചീറിയിട്ടും മാർക്കിന്റെ ഓറയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. അതാണ് ലീനയെ അസ്വസ്ഥയാക്കുന്നത്. ലീന മാർക്കിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ മാർക്ക് സാവധാനം എണീറ്റു തുടങ്ങി. 2 ഹെവൻലി ട്രിബുലേഷനെയും മാർക്ക് ഇതാ അതിജീവിച്ചിരിക്കുകയാണ്. ഇനി 7 ട്രിബുലേഷൻ കൂടി ഉണ്ട്. മാർക്കിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ അളവ് വളരെ വളരെ പരിമിതമാണ്. മാർക്ക് ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ലീന ഹാൻസിനോട് ചോദിച്ചു, ഹാൻസ്, ഇത് അനുവദിക്കണമോ? ലീന, നീ എന്താ പറഞ്ഞു വരുന്നത്? ഹാൻസ്, നമ്മൾ രണ്ടുപേരും മൈറ്റി ലെവലിലെ യോദ്ധാക്കളാണ്. മാർക്ക് മൈറ്റി ലെവലിലേക്ക് കടക്കാൻ പോവുകയാണ്. ഹാൻസ്, മാർക്ക് മൈറ്റി ലെവലിലേക്ക് കടന്നാൽ ഉറപ്പായും മാർക്ക് നമുക്ക് മുകളിലെത്തും. അത് അനുവദിക്കണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ലീന, നീ എന്തായി ചോദിച്ചോണ്ട് വരുന്നത്? ഹാൻസ്, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഈ മാർക്കിനെ വളരാൻ അനുവദിച്ചാൽ അത് നമുക്ക് ദോഷം ചെയ്യും. ലീന, നീ സംസാരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംസാരിക്കുന്നത്. ഹാൻസ്, ഞാൻ നമ്മുടെ പൊതുവായ കാര്യങ്ങൾക്ക് വേണ്ടി. ലീന, മേലാൽ ഇതെന്നോട് സംസാരിക്കരുത്. അങ്ങനെ പറഞ്ഞ അതേ നിമിഷത്തിൽ ഹാൻസിന്റെ കയ്യിൽ ആ സിൽവർ സോഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ സിൽവർ സോഡിന്റെ പിടിയിൽ ഹാൻസ് ഒന്ന് വിരലമർത്തിയതും ആ പിടിക്ക് ചുറ്റുമായി ഒരു ഓറ പ്രത്യക്ഷപ്പെട്ടു. ശരിക്കും ഒരു സോഡ് ലൈറ്റ് ആ വാളിന് ചുറ്റുമായി ഉണ്ടായതും ഹാൻസ് ലീനയോട് പറഞ്ഞു, ലീന, നീ ഇനി ഇവിടെ നിന്നാൽ നിന്നെ ഞാൻ അവസാനിപ്പിക്കും. വേഗം സ്ഥലം വിട്. ഹാൻസ്, ഞാൻ മാർക്കിനെ അവസാനിപ്പിക്കണം. ലീന, എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. അങ്ങനെ ഹാൻസ് പറയുമ്പോഴേക്കും ഹാൻസിന്റെ കയ്യിലെ ആ സിൽവർ സോഡിന്റെ പ്രകാശം പെട്ടെന്നാണ് അങ്ങ് വലുതായത്. ആ പ്രകാശം അതിശക്തമായി ആകാശത്തേക്ക് ഉയർന്നതും ഭയന്നുപോയ ലീന ഡെവിസ് ഒരൊറ്റ ഓട്ടം. അവൾ അങ്ങനെ ഓടിപ്പോകുമ്പോൾ ഈ സംഭാഷണം അതുപോലെ തന്നെ കേൾക്കുന്ന മാർക്ക് ഫെല്ലറുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് അറിയാതെ പറഞ്ഞു പോവുകയാണ്, എൻ്റെ സെലക്ഷനും എൻ്റെ വിലയിരുത്തലും തെറ്റിയില്ല. മാർക്ക് സ്വയം നടത്തിയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഹാൻസിനെ സെലക്ട് ചെയ്തത്. അതേ വിലയിരുത്തൽ മാർക്കിന് ലീന ഡേവിസിനെ കുറിച്ചും ഉണ്ടായിരുന്നു. രണ്ടും ശരിയാണ്. ലീന ചതിയുടെ ഉസ്താദാണ്. ലീനയും ആ ഹാൻസ് മില്ലറും തമ്മിലുള്ള സംഭാഷണം അതുപോലെ തന്നെ കേട്ടിരിക്കുകയാണ് സാക്ഷാൽ സീമാബായിയും സീമാബായിക്ക് ഒപ്പമുള്ള ആളും. അവർ രണ്ടും മൈറ്റി ലെവൽ യോദ്ധാക്കളാണ്. അവർക്ക് ആ ഭാഗത്തു നിന്നുള്ള ചെറിയ ശബ്ദങ്ങൾ വരെ പിടിച്ചെടുക്കാനുള്ള അസാധ്യമായ ശേഷിയുണ്ട്. സീമാബായി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, അസൂയ അതാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ആയുധം. അവൾ അസൂയയിൽ മുങ്ങി നിൽക്കുകയാണ്. അവളെ നമുക്ക് വേണം. സീമാബായി, അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത്? നീ പോയി അവളെ കൂട്ടിക്കൊണ്ടുവാ. അങ്ങനെ സീമാബായി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ലീന ഡെവിസിനെ തിരക്കി ആ താഴ്വരത്തിൽ നിന്ന് മുകളിലേക്ക് ഓടി. ആ ചെറുപ്പക്കാരൻ ലീനയെ തിരക്കി പോകുമ്പോൾ സീമാബായിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുകയാണ്. സ്ത്രീകളുടെ മനസ്സിൽ ഒരാളോട് അസൂയ തോന്നിയാൽ ആ ആളെ അവസാനിപ്പിക്കാനായി അവര് ഏത് അറ്റം വരെയും പോകും. ആ കാര്യം സീമാബായിക്ക് അറിയാം. ലീന പോയതിനെ കുറിച്ചോ ലീനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഹാൻസ് മില്ലർ ആലോചിക്കുന്നേയില്ല. അവന്റെ പൂർണ്ണ ശ്രദ്ധ പൂർണ്ണമായും മാർക്ക് ഫെല്ലറിലാണ്. മാർക്ക് ഒരു പരുവത്തിൽ ഇപ്പോ എണീറ്റ് നിൽക്കുകയാണ്. മാർക്കിന്റെ ബോഡിയിലെ ആ മുറിവുകൾ കരിയാൻ വേണ്ടി
ആകാശത്തെ ആ മേഘങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഒരു താമസം ആകാശത്ത് ഉണ്ടാകുന്നുണ്ട്. ആകാശത്തെ മേഘങ്ങളുടെ എണ്ണവും അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ആ മേഘങ്ങൾ ആകാശത്ത് അങ്ങനെ കൂടുമ്പോൾ ശരിക്കും ഒരു പ്രഷർ താഴോട്ട് വരുന്നുണ്ട്. ആ പ്രഷറിന്റെ അളവും കൂടിക്കൂടി വരികയാണ്. അത് അനുഭവപ്പെട്ട മാർക്ക് ഫെല്ലർക്ക് ഉറപ്പാണ് അടുത്ത ട്രിബുലേഷൻ കുറെ കൂടി ശക്തമാകും. ആ ചിന്ത സീമബായിക്കും അതുപോലെ ഹാൻസിനും ഉണ്ട്. ഒരു ഭാഗത്തുനിന്ന് സീമബായും മറുഭാഗത്തുനിന്ന് ഹാൻസും മാർക്ക് ഫെല്ലറെയും മുകളിലുള്ള ആകാശത്തെയും അങ്ങനെ മാറി മാറി നോക്കുകയാണ്. പെട്ടെന്നാണ് ആകാശത്തെ ആ മുഴക്കം വർദ്ധിക്കുന്നത്. ആ മുഴക്കത്തിന്റെ ശക്തി അങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതോടൊപ്പം ഒരു പ്രഷർ താഴോട്ട് അനുഭവപ്പെടുകയാണ്. ആ പ്രഷറിനൊപ്പം തരംഗങ്ങളും സൃഷ്ടിക്കപ്പെടുകയാണ്. ആ തരംഗങ്ങൾ താഴ്വരയുടെ ഇരുഭാഗത്തുള്ള മലകളിൽ തട്ടപ്പോൾ അവിടെയൊക്കെ അതിൻ്റെതായ റിസൾട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ ട്രിബുലേഷൻ സൃഷ്ടിച്ച ആ തരംഗങ്ങൾ ആ മലകളിലൊക്കെ ഇടിച്ചതിന്റെ ഫലമായി ആ മലകളിൽ നിന്ന് ഇപ്പോഴും കല്ലുകൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറെ കൂടി ശക്തമായ തരംഗങ്ങൾ താഴേക്ക് വന്ന് ആ മലകൾ പതിക്കുന്നത്. അതിന് ഫലമുണ്ടായി. ആ മലകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന കല്ലുകളുടെയും മണ്ണിന്റെയും പാറകളുടെയും അളവ് വൻതോതിൽ കൂടുകയാണ്. ശരിക്കും ആ തറ ആകെ കുലുങ്ങുന്നതിന്റെ ഫലമായി മലകൾ മുഴുവൻ പൊട്ടി അടർന്നു പോകാൻ പോവുകയാണെന്ന് തോന്നുന്ന ശൈലിയിൽ മലകളെ താഴ്വാരത്തേക്ക് ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുമ്പോൾ മാർക്കിന്റെ തലയ്ക്ക് മുകളിലുള്ള ആ മേഘങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്ന ആ നീലയും വെളുപ്പും കലർന്ന പ്രകാശം അതിവേഗം ഒരു തൂണ് പോലെയായി മാറി. ഒരു വലിയ തൂണ്. ആ തൂണ് അതിന്റെ രൂപം പൂർത്തിയാക്കിയതും പെട്ടെന്നാണ് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ നേരെ താഴേക്ക് വരുന്നത്. മാർക്ക് ഫെല്ലറുടെ തല ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആ നീല വെളുത്ത തൂണ് താഴ്ന്നു വരുന്നത്. ആ തൂണിങ്ങനെ താഴ്ന്നു വരുമ്പോൾ ചുറ്റും വല്ലാത്ത പ്രകമ്പനത്തോടുകൂടി തരംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും പോവുകയാണ്. ആ തരംഗങ്ങളുടെ ശക്തി വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കിയ ഹാൻസ് മില്ലറും അതുപോലെ സീമബായും അവരവർ നിൽക്കുന്ന ഭാഗത്തു നിന്ന് കുറെ കൂടി പുറകോട്ട് മാറി. ആ തരംഗങ്ങൾക്കൊപ്പമുള്ള ആ നീലപ്രകാശത്തെ, ആ ട്രിബുലേഷനെ അതിജീവിക്കാൻ മാർക്ക് ഫെല്ലർക്ക് കഴിയില്ല എന്നൊരു തോന്നൽ പെട്ടെന്ന് സീമബായിക്കുണ്ടായി. ആ തോന്നൽ ഹാൻസിന്റെ മനസ്സിലുണ്ട്. ഹാൻസിന്റെ നെഞ്ച് പടപട ഇടിക്കുകയാണ്. മാർക്കിന് ആ ട്രിബുലേഷൻ മറികടക്കാൻ പറ്റുമോ? ആ ഒരു ചോദ്യം ഹാൻസിന്റെ രൂപം കൊണ്ട് അതേ നിമിഷത്തിൽ ആ ട്രിബുലേഷൻ മാർക്കിന് ഏകദേശം തൊട്ടടുത്തെത്തി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ആക്ടിവേറ്റ് ചെയ്തു. മാർക്കിനെ തൊട്ട് മുന്നിലേക്ക് വന്ന ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ആ ട്രിബുലേഷൻ അടുത്തേക്ക് വന്നതും പെട്ടെന്നാണ് വളർന്ന് വലിയൊരു മലയുടെ രൂപത്തിലേക്ക് മാറിയത്. അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച മാർക്കിന്റെ കൺമുന്നിൽ കാണുകയാണ്. വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ഭൂമിയിൽ വെച്ച് പലപ്പോഴും മാർക്കിനെ രക്ഷിച്ച മാന്ത്രിക ആർട്ടിഫാക്റ്റ് ആണ്. മാർക്കിന്റെ കയ്യിലേക്ക് ആദ്യം കിട്ടിയ ഒരു ആർട്ടിഫാക്റ്റ് ആണ് ഈ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ. ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ഇതാ അതിന്റെ വിശ്വരൂപം കാണിക്കുകയാണ്. 5 കുഞ്ഞു മലകൾ ചേർന്നിരിക്കുന്നതാണ് വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ. അത് പെട്ടെന്നാണ് അങ്ങ് വലുതായത്. ആ മലയിലേക്ക് അതിശക്തമായി മുകളിൽ നിന്നുള്ള പ്രകാശം വന്ന് പതിക്കുകയാണ്. ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ അതിന്റെ എല്ലാ ശക്തി ഉപയോഗിച്ച് അതിലേക്ക് വീഴുന്ന ആ പ്രകാശത്തെ തടഞ്ഞെത്താൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും ഒരു കോമ്പറ്റീഷൻ, ഒരു വടംവലി നടത്തുന്ന അതേ ശൈലിയിലെ കോമ്പറ്റീഷൻ അവിടെ സംഭവിക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് ശക്തമായ പ്രഷർ, താഴ്ന്ന മുകളിലേക്ക് അതേപോലെ ഒരു പ്രഷർ, അതിന് തൊട്ടു താഴെ സാക്ഷാൽ മാർക്ക് ഫെല്ലർ. എന്താണ് സംഭവിക്കുന്നതെന്ന് ശരിക്കും ദൂരെ നിൽക്കുന്ന സീമബായിക്കോ അതുപോലെ ഹാൻസിനോ അറിയില്ല. അവർക്ക് ആകെ കാണാൻ കഴിയുന്നത് ഇവ സൃഷ്ടിച്ച തരംഗങ്ങൾ ഉയർത്തിയ പൊടി അവിടെ മൂടിയത് മാത്രമാണ്. ശരിക്കും പൊടിപടലങ്ങളല്ലാതെ വേറെ ഒന്നും ആർക്കും കാണാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് ആ പൊടി പടലങ്ങളുടെ നേർമുകളിൽ ശക്തമായ നീല വെള്ള പ്രകാശമുണ്ട്. ആ പ്രകാശം ചുറ്റുമുള്ള എല്ലാത്തിനെയും ഏതാണ്ട് ജ്വലിപ്പിച്ചേർത്തിരിക്കുകയാണ്. ശരിക്കും തിളങ്ങുന്ന പ്രകാശവും പൊടിപടലങ്ങളും അല്ലാതെ വേറൊന്നും ഹാൻസിനും സീമബായിക്കും ദൃശ്യമല്ല. അവർ ആ ഭാഗത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുകയാണ്. സീമബായിക്ക് ഒരു കൗതുകവും ഹാൻസിന് ഒരു ഭയവും. സെക്കൻഡുകൾ അതിവേഗം മിനിറ്റുകളായി. ഏകദേശം ഒരു 2 മിനിറ്റ് ആയപ്പോൾ പതുക്കെ ആ പൊടിപടലങ്ങളും പ്രകാശവും അവസാനിച്ചു. അപ്പോഴാണ് അവരെ കാഴ്ച കാണുന്നത്. മാർക്ക് ഫെല്ലർ തറയിൽ കിടക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ ബോഡി കൂടി ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. മാർക്ക് അവസാനിച്ചു. ആ ചോദ്യമാണ് ആ നിമിഷത്തിൽ ഹാൻസ് മില്ലറുടെ മനസ്സിലേക്ക് വന്നത്. പക്ഷെ അടുത്ത നിമിഷത്തിൽ മാർക്കിന്റെ ശക്തമായ ആ ഓറ ഹാൻസിനെ അനുഭവപ്പെടുകയും ചെയ്തു. അത് അനുഭവപ്പെട്ടതും ഹാൻസ് അറിയാതെ നിന്ന സ്ഥലത്തുനിന്ന് ഒന്ന് ചാടിപ്പോവുകയാണ്. ശരിക്കും വല്ലാത്തൊരു ആവേശം ഹാൻസ് മില്ലർക്ക് വരികയാണ്. ഹാൻസ് കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ലാത്ത അളവിലുള്ള
ഒരു ഹെവൻലി ട്രിബുലേഷനാണ് അയാൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഹെവൻലി ട്രിബുലേഷൻ അയാളുടെ സുഹൃത്തായ മാർക്കുമായി കണക്ട് ചെയ്താൽ ഉണ്ടാകുന്നത്. അത് അയാളെ തെല്ലുന്നില്ല സന്തോഷിപ്പിക്കുന്നത്. അവന്റെ ആ സന്തോഷം സ്വാഭാവികമായിട്ടും നേർ എതിർഭാഗത്തുള്ള സീമാബായിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ ആദ്യമായിട്ടാണ് ഈ അളവിലുള്ള ഒരു ട്രിബുലേഷൻ കാണുന്നത്. മാർക്ക് ഫെല്ലർ ആ മൂന്നാമത്തെ ട്രിബുലേഷനിൽ അവസാനിക്കുമെന്ന്, ആ ട്രിബുലേഷൻ താഴേക്ക് വീഴുന്ന നിമിഷത്തിൽ അയാൾക്ക് തോന്നിയിരുന്നതാണ്. പക്ഷെ അതിനെ മാർക്ക് മറികടന്നിരിക്കുന്നു. എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് അയാൾക്കൊരു ഉത്തരമില്ല. മാർക്ക് ഫെല്ലർ അതിശക്തനാണെന്ന് ഒരു തോന്നൽ ഈ നിമിഷത്തിൽ സീമാബായിക്കുണ്ട്. അവനെ നേസൻ സോൾ സ്റ്റേജിൽ നിന്ന് മൈറ്റി ലെവലിലേക്ക് കടക്കാൻ അനുവദിച്ചാൽ നാളെ അത് നോർത്തേൺ ലാൻഡിന് വരെ പണിയാകും. അങ്ങനെ തോന്നിയതും സീമാബായി ഒന്ന് മുന്നോട്ട് കുതിച്ചു. സീമാബായി മുന്നോട്ട് കുതിച്ചതും സീമാബായിയുടെ ഓറ തിരിച്ചറിഞ്ഞ ഹാൻസ് മില്ലർ സീമാബായിക്കും മാർക്ക് ഫെല്ലർക്കും ഇടയിൽ വന്നു. ഏയ് ആരാ നിങ്ങൾ? ഏയ് കുഞ്ഞെ, നീ എന്നെ തടസ്സപ്പെടുത്താൻ പോവുകയാണോ? സീമാബായിയുടെ ആ ചോദ്യത്തിന് മറുപടിയായി ഹാൻസ് മില്ലർ പറഞ്ഞു, ഏയ് നിങ്ങൾ ആരാ എന്നെനിക്കറിയില്ല. ആരായാലും എനിക്ക് ഒരുപോലെയാണ്. മാർക്കിന്റെ അടുത്തേക്ക് നീങ്ങാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഏയ് കുട്ടി, നീ എന്തായി പറയുന്നത്? മാർക്കിന്റെ അടുത്തേക്ക് നീങ്ങാൻ എനിക്ക് നിന്റെ അനുവാദം എന്തിനാ? നിന്നെ കൊന്നിട്ട് എനിക്ക് ഈസി ആയിട്ട് മാർക്കിന്റെ അടുത്ത് വയ്ക്കൂടെ? അങ്ങനെ അയാൾ പറഞ്ഞതും ഹാൻസ് മില്ലർ അയാളോട് പറഞ്ഞു, ഒന്ന് ശ്രമിച്ചു നോക്ക്. ഹാൻസ് മില്ലർ അങ്ങനെ പറഞ്ഞതും കൂടുതൽ തർക്കത്തിനൊന്നും നിൽക്കാതെ സീമാബായി അയാളുടെ കൈ ഒന്ന് അനക്കി. അയാളുടെ കൈ അനങ്ങിയതും ഒരു മാന്ത്രിക സ്പെല്ല് അതിന്റെ ഫലമായി ഉണ്ടായി. ഒരു കൂറ്റൻ മാന്ത്രിക കൈയാണ് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടത്. ആ കൈ കൊണ്ട് ഹാൻസ് മില്ലറെ അടിച്ച് കൊല്ലുക എന്നുള്ള ഉദ്ദേശം മാത്രമേ സീമാബായിക്കുള്ളൂ. സീമാബായി ഇതൊക്കെ ഇഷ്ടംപോലെ കാണുകയും ചെയ്യുകയും ചെയ്യുന്ന ആളാണല്ലോ. അതുകൊണ്ട് തന്നെ ഹാൻസ് മില്ലർ അയാൾക്കൊരു വിഷയമേ അല്ല. അയാളുടെ ആ മാന്ത്രിക കൈ ശക്തമായി ഒരൊറ്റയാടി. ആ കൈ ഹാൻസ് മില്ലറുടെ പുറത്ത് പതിക്കാൻ പോയതും ഒരു സോഡ് ലൈറ്റ് ആ കൈക്കകത്തൂടെ കടന്നു പോയതും ഒരേ നിമിഷത്തിലാണ്. ഹാൻസ് മില്ലറുടെ കയ്യിലെ ആ സിൽവർ സോഡ് ഒന്ന് അനങ്ങി. തൽഫലമായി അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് ആ കൈയെ രണ്ടായി പിളർന്നു. ആ കൈ സൃഷ്ടിച്ച സീമാബായി പെട്ടെന്നാണ് ഞെട്ടി പുറകോട്ട് മാറിയത്. കാരണം അയാളുടെ കയ്യിൽ ചോര വന്നിരിക്കുകയാണ്. അയാളുടെ തന്നെ സൃഷ്ടിയാണ് ആ മാന്ത്രിക കൈ. ആ മാന്ത്രിക കൈ രണ്ടായി കീറി മുറിക്കപ്പെട്ടതും ആ മാന്ത്രിക കൈയുടെ പുറകിലുള്ള അയാളുടെ ഒറിജിനൽ കൈയിലേക്ക് അതിന്റെ ആഘാതം വന്നതാണ്. സീമാബായി അയാളുടെ കൈയിലേക്ക് നോക്കി. അയാളുടെ കൈ രണ്ടായി കീറിയിട്ടുണ്ട്. ആ കയ്യിൽ നിന്ന് ചോര ഇറ്റി വീഴുകയാണ്. ആ കൈയിലേക്ക് ഒന്ന് നോക്കിയിട്ട് സീമാബായി ഹാൻസ് മില്ലറോട് പറഞ്ഞു, ഹേയ് കുട്ടി, നീ കൊള്ളാലോ. നിന്റെ ആ സോഡ് എന്തായാലും ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ പറഞ്ഞ സീമാബായി അയാളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ അയാളുടെ കയ്യിലെ മുറിവ് അതിവേഗം ഉണങ്ങുകയാണ്. കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയുന്ന അതേ വേഗതയിൽ ആ കൈ അങ്ങ് പുറത്തു തുടങ്ങി. ശരിക്കും ആ കാഴ്ച ഹാൻസ് മില്ലറെ തെല്ലുന്നില്ല അമ്പരപ്പിച്ചത്. നോർത്തേൺ ലാൻഡുകാരുടെ ശേഷി അയാൾക്ക് ഒരിക്കൽ കൂടി ബോധ്യമാവുകയാണ്. മുറിവുണങ്ങുന്ന കൈയിലേക്ക് ഒന്ന് നോക്കിയ സീമാബായി, ഹേയ് ചെറുപ്പക്കാര, നിനക്ക് ഞങ്ങളുടെ നോർത്തേൺ ലാൻഡുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്ക് എന്നോടൊപ്പം ചേരാം. വെറുതെ നീ ഈ മാർക്ക് ഫെല്ലർക്ക് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അത് കേട്ടതും ഹാൻസ് മില്ലർ ആ നോർത്തേൺ ലാൻഡുകാരനോട് പറഞ്ഞു, ഏയ് വാചക വഴി നിർത്ത്, നിന്നെ മാർക്കിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഹാൻസ് മില്ലർ അങ്ങനെ പറയുമ്പോൾ സീമാബായി ഒന്ന് ചിരിച്ചു. ഓക്കെ, നിന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് ഞാനങ്ങ് സാധ്യമാക്കി തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് സീമാബായി അയാളുടെ കൈ ഒന്ന് ചലിപ്പിച്ചതും അയാളുടെ കയ്യിൽ നിന്ന് ഒരു കറുത്ത പുക ആകാശത്തേക്ക് കുതിച്ചു. ചെറിയ റോക്കറ്റുകൾ ആകാശത്തേക്ക് കത്തിച്ചു വിടുമ്പോലെ ആ കറുത്ത പുക ആകാശത്തേക്ക് കുതിച്ചതാണ്. പെട്ടെന്നാണ് ആ കറുത്ത പുക അവിടെ മുഴുവൻ വ്യാപിച്ചത്. ആ കറുത്ത പുക അതിവേഗതയിൽ അനവധി ചെറിയ വാളുകൾ പോലെ രൂപം മാറുന്നത് ഈ നിമിഷത്തിൽ ഹാൻസ് മില്ലർ കണ്ടു. ആകാശത്തുനിന്ന് അനവധി കറുത്ത വാളുകൾ ഒരേ വേഗതയിൽ ഇതാ ഹാൻസ് മില്ലർക്ക് നേരെ പാഞ്ഞു വരികയാണ്. ആ വാളുകൾ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ഹാൻസ് മില്ലർ ഒന്ന് ചാടി ഉയർന്നു. അത് കണ്ടപ്പോ സീമാബായി ഒന്ന് ചിരിച്ചു. പക്ഷേ സീമാബായിയുടെ പുഞ്ചിരി ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞപ്പോൾ അവസാനിക്കുകയാണ്. അതിന്റെ കാരണം കണ്ണഞ്ചിക്കുന്ന വേഗതയിലുള്ള ഹാൻസ് മില്ലറുടെ ഒരു പ്രവൃത്തിയാണ്. ഹാൻസിന്റെ ആ സിൽവർ സോഡുമായി ഹാൻസ് ആകാശത്ത് ശരിക്കും ഒരു നൃത്തം തന്നെ നടത്തിയെന്ന് പറയാം. അയാൾ കടന്നു പോകുമ്പോൾ അയാളുടെ സോഡ് ലൈറ്റ് ആ ആകാശം മുഴുവൻ അങ്ങ് നിറഞ്ഞു. അയാൾക്ക് നേരെ പാഞ്ഞു വന്ന ആ കറുത്ത സോഡുകളെ മുഴുവൻ ഹാൻസ് മില്ലർ
അതിവേഗതയിലുള്ള അറ്റാക്കിലൂടെ തകർത്ത് തരിപ്പണമാക്കിയായിരുന്നു. ശരിക്കും കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ അയാൾ ആകാശത്തെ മുഴുവൻ സോഡുകളും അരിഞ്ഞു തള്ളി എന്ന് പറയാം. ആ വാളുകൾ മുഴുവൻ അരിഞ്ഞു തള്ളി ഹാൻസ് മില്ലർ താഴെ ലാൻഡ് ചെയ്തപ്പോൾ സീമബായി ഒന്ന് ചിരിച്ചു. ഹേയ് എങ്മാൻ, നിന്റെ ഈ സോ ടെക്നിക്ക് എനിക്കങ്ങ് ഇഷ്ടമായി കേട്ടോ, കൊള്ളാം, നിന്റെ വേഗത അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഇനി നീ ഇതൊന്നും നോക്കി. അങ്ങനെ ഹാൻസ് മില്ലറോട് പറഞ്ഞിട്ട് സീമബായി അയാളുടെ കൈ പ്രത്യേക രീതിയിൽ ഒന്ന് കറക്കിയതും സീമബായിക്ക് ചുറ്റുമായി ഒരു കറുത്ത പ്രകാശം ഉണ്ടായി. നേരത്തെ ആകാശത്തേക്ക് ഉയർന്ന പോലുള്ള പ്രകാശം ഇപ്പോ സീമബായിക്ക് ചുറ്റുമായി ഉണ്ടാകുകയാണ്. ഒരു ഗോളത്തിന്റെ രൂപത്തിലേക്ക് ആ പ്രകാശം അങ്ങ് മാറുകയാണ്. കറുത്ത ഗോളത്തിന് അകത്താണ് ഇപ്പോ സീമബായി. പക്ഷെ കറുത്ത പ്രകാശമാണ്. കറുപ്പ് ചുറ്റുമുണ്ടെങ്കിലും ആ കറുപ്പുമായി കണക്ട് ചെയ്തുകൊണ്ട് പ്രകാശം പുറത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്കത് കറുത്ത പ്രകാശമായിട്ടേ തോന്നും. ഒരു കറുത്ത പുക ചുറ്റുമുണ്ട്. ഇമോർട്ടൽ സ്ലിംഗ് സെഷന്റെ ആ മാസ്റ്റർ ടെക്നിക്ക് സീമബായി അവിടെ ഉപയോഗിക്കുകയാണ്. സീമബായി എന്താണ് ചെയ്യാൻ പോകുന്നത് അറിയാതെ ഹാൻസ് മില്ലർ ആ കറുത്ത ഗോളത്തിലേക്ക് അങ്ങനെ നോക്കുമ്പോൾ ആ കറുത്ത ഗോളത്തിൽ നിന്ന് തുര അമ്പുകൾ പായും പോലെ പ്രകാശം പുറത്തേക്ക് വരികയാണ്. ശരിക്കും അമ്പുകളുടെ അതേ ആകൃതിയിൽ തന്നെയാണ് ആ പ്രകാശം വരുന്നത്. ഒന്നും രണ്ടുമല്ല, ആയിരക്കണക്കിന്. അത് ഹാൻസ് മില്ലർക്ക് നേരെയല്ല, അത് ആകാശത്തേക്കാണ് പോയത്. ആകാശത്തേക്ക് അതിവേഗം പാഞ്ഞ ആ കറുത്ത അമ്പുകൾ തിരിച്ച് മഴ പെയ്യും പോലെ താഴേക്ക് പെയ്തിറങ്ങി. അതിശക്തമായി മഴ പെയ്യുമ്പോൾ നമുക്ക് മഴത്തുള്ളികൾ തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റില്ല, ചേർന്ന് നിൽക്കുന്നത്. അതുപോലെ ആയിരക്കണക്കിന് മഴത്തുള്ളികൾ പോലെ ആയിരക്കണക്കിന് കറുത്ത അമ്പുകൾ ആകാശത്ത് നിന്ന് താഴേക്ക് ഹാൻസ് മില്ലറെ ലക്ഷ്യമാക്കി വന്നു. ആ അമ്പുകൾ താഴേക്ക് അങ്ങനെ പാഞ്ഞു വരുന്ന കണ്ടതും സീമബായി ഹാൻസ് മില്ലറോട് പറഞ്ഞു, നിന്റെ ആ സോഡ് ഉപയോഗിക്കാനുള്ള കഴിവ് ഇനിയൊന്ന് കാണിച്ചേ. അങ്ങനെ ഹാൻസ് മില്ലറെ കളിയാക്കി സീമബായി പറഞ്ഞതും ഹാൻസ് മില്ലർ ആകാശത്തേക്ക് കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആകാശത്തേക്ക് കുതിച്ച ഹാൻസ് മില്ലർ അവന് വാൾ അതിശക്തമായി ഒന്ന് വീശി. ആ വീശ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പേ അടുത്ത വീശ് നടന്നു കഴിഞ്ഞു. അതിനും മുമ്പ് അടുത്ത വീശ്. ശരിക്കും ആ ഓരോ തവണ വാള് വീശപ്പോഴും ആ വാള് പോകുന്ന മേഖലയിലേക്ക് ഒരു സോഡ് ലൈറ്റ് ഉണ്ടാവുകയാണ്. ആ സോഡ് ലൈറ്റ് അങ്ങനെ പോകുമ്പോഴേക്കും രണ്ടാമത്തെ വീശായി. രണ്ടാമത്തെ വീശിനിടയിൽ അടുത്ത സോഡ് ലൈറ്റ്, അതിനിടയിൽ മൂന്നാമത്തെ സോഡ് ലൈറ്റ്. പെട്ടെന്നാണ് ആയിരക്കണക്കിന് സോഡ് ലൈറ്റ് ഹാൻസ് മില്ലർക്ക് ചുറ്റും ഉണ്ടായിരുന്നു. ഹാൻസ് ചുറ്റും തലങ്ങും വിലങ്ങും വീശുകയാണ്. ചുറ്റും ഹാൻസ് മില്ലർ അങ്ങനെ വാള് വീശിയതും ആയിരക്കണക്കിന് സോഡ് ലൈറ്റ് ഹാൻസ് മില്ലർക്ക് ചുറ്റും വൃത്താകൃതിയിൽ ഉണ്ടാകുമ്പോഴാണ് മുകളിൽ നിന്ന് താഴേക്ക് ആ അമ്പുകൾ പാഞ്ഞെത്തിയത്. ആ അമ്പുകൾ പാഞ്ഞു വരുമ്പോൾ തിരിച്ചറിയാനാകാത്ത വിധത്തിൽ ആയിരക്കണക്കിന് വാളുകളുമായി അവ ഏറ്റുമുട്ടി എന്ന് പറയാം. ഹാൻസ് മില്ലറുടെ അൺബിലീവബിൾ ആയിട്ടുള്ള ആ സോഡ് സ്കിൽ, അതിന്റെ വേഗത, ആ സ്പീഡ് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, അമ്പരപ്പിക്കുന്ന കാര്യമാണ്. സീമബായി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയ ഒരു നിമിഷം. അയാളുടെ ആ മാന്ത്രിക ടെക്നിക്കിന്റെ ഫലമായി അയാൾ താഴേക്ക് കൊണ്ടുവന്ന ആ അമ്പുകൾ മുഴുവൻ ഹാൻസ് മില്ലറുടെ ആ വേഗതയ്ക്ക് മുന്നിൽ നിഷ്പ്രഭമാവുകയാണ്. സകല അമ്പുകളെയും ഹാൻസ് മില്ലർ അരിഞ്ഞ് താഴെയിട്ടു. ഹാൻസ് മില്ലറുടെ പിതാവിൽ നിന്ന് ഹാൻസ് പഠിച്ചെടുത്ത സോ ടെക്നിക്കാണ്. ഹാൻസ് ശരിക്കും ഇവിടെ ആശ്രയിച്ചത് വേഗതയാണ്. സാധാരണ ഒരു മനുഷ്യന്റെ വേഗതയുടെ 5 or 10 മടങ്ങ് വേഗത ഹാൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ വേഗതയാണ് ശരിക്കും സീമബായിയെ അമ്പരപ്പിച്ചത്. അയാളുടെ മാന്ത്രിക ടെക്നിക്ക് കുറ്റമറ്റ ഒരു മാന്ത്രിക ടെക്നിക്കാണ്. പക്ഷെ ആ മാന്ത്രിക ടെക്നിക്കിനെ നിഷ്പ്രഭമാക്കുന്ന ശൈലിയിൽ ഇത് ഹാൻസ് മില്ലർ ആ ടെക്നിക്കിനെ നാമാവശേഷമാക്കിയിരിക്കുകയാണ്, അങ്ങനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അത് കണ്ടതും സീമബായി ഹാൻസ് മില്ലറോട് പറഞ്ഞു, ഓഹോ, നീ അത്ര പവർഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ഐറ്റം എടുക്കാം. നോർത്തേൺ ലാൻഡിന്റെ അതിശക്തനായ സീമബായിക്കാണോ ടെക്നിക്കിന് പഞ്ഞം. അയാൾ പെട്ടെന്ന് അയാളുടെ ഓറ ഒന്ന് റിലീസ് ചെയ്തു. ഇതുവരെ അയാൾ മാന്ത്രിക സ്പെല്ലുകളെയാണ് ആശ്രയിച്ചതെങ്കിൽ ഇത് ആദ്യമായി അയാളുടെ ഡൊമൈൻ പവറിനെ ഉപയോഗിക്കാൻ പോവുകയാണ്. ഡൊമൈൻ പവർ ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഒരു പ്രത്യേക കപ്പാസിറ്റിയാണ്. മാർക്ക് ഫില്ലർ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും മാർഷൽ സെയിന്റ് ആകാനായി ബ്രേക്ക് ചെയ്ത സമയത്താണ് ശരിക്കും അവരുടെ ഡൊമൈനെ, അവരുടെ പാത്തിനെ അവരവർ തിരിച്ചറിഞ്ഞത്. ആ പാത്ത് തന്നെ ഒരു ആയുധമാക്കി മാറ്റുന്ന കപ്പാസിറ്റി അത് എല്ലാവർക്കും കിട്ടത്തില്ല. ഇവിടെ സീമബായിക്ക് ആ പാത്തിനെ ആയുധമാക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അയാളുടെ ആ പാത്ത് ആയുധമാക്കാനായി അയാൾ ഉപയോഗിക്കുന്നത് അയാളുടെ ഓറ തന്നെയാണ്. ആ ഓറയ്ക്ക് വല്ലാത്തൊരു കില്ലിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്. ആളുകളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു വല്ലാത്ത ശേഷിയുണ്ട്. അയാളുടെ
അയാളുടെ ആ ഓറ റിലീസ് ചെയ്യുന്ന അതേ നിമിഷത്തിലാണ് അയാളും അതുപോലെ ഹാൻസ് മില്ലറും മാർക്ക് ഫെല്ലറുടെ ഭാഗത്തേക്ക് അറിയാതെ നോക്കിപ്പോകുന്നത്. കാരണം ആ നിമിഷത്തിൽ അവർക്ക് അതിശക്തമായ പ്രശ്നം അനുഭവപ്പെട്ടതാണ്. അവർ നോക്കുമ്പോൾ നേരത്തെ അവർ കണ്ട ആ ഹെവൻലി ട്രബുലേഷനേക്ക് അതിദൂരം പിന്തള്ളുന്ന ശക്തമായ ഹെവൻലി ട്രബുലേഷൻ ആകാശത്ത് നിന്ന് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരികയാണ്. കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശവുമായി ഏകദേശം ഒരു ഫുട്ബോൾ കോർട്ടിനോളം വലിപ്പമുള്ള ഒരു പ്രകാശ ബീമാണ് താഴേക്ക് പാഞ്ഞു വരുന്നത്. മാർക്ക് ഫെല്ലർ അവസാനിച്ചു എന്ന് ആ ബീമിന്റെ വലിപ്പം കണ്ട ആ നിമിഷത്തിൽ സീമബായിക്ക് ഉറപ്പായി. പക്ഷെ അതേ നിമിഷത്തിൽ അയാളുടെ ഉള്ളിലൂടെ ഒരു ഭയം ഇങ്ങനെ കടന്നു പോവുകയാണ്. കാരണം ആ താഴേക്ക് വരുന്ന ആ ബീം വൻതോതിൽ പ്രഷർ എല്ലാ ഭാഗത്തേക്കും കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഭയം അയക്കുണ്ടായത്. ആ ബീം താഴേക്ക് വരുമ്പോൾ അത് ഉണ്ടാക്കുന്ന തരംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും അങ്ങനെ പോകുമ്പോൾ മലകളും കുന്നുകളും മണ്ണും എന്ന് വേണ്ട സകലതും ചിതറിത്തെറിക്കുകയാണ്. ശരിക്കും അതിശക്തമായ ഒരു പ്രഷർ എല്ലാ മേഖലയിലേക്കും വരികയാണ്. കണ്ണഞ്ചിക്കുന്ന ആ പ്രകാശവും ആ പ്രഷറും കണ്ടതും ഹാൻസും അതുപോലെ സീമബായും രണ്ട് ദിശയിലേക്ക് അതിവേഗം ഓടി. പരമാവധി ദൂരത്തേക്ക് ഓടി മാറുകയല്ലാതെ അവർ വേറെ രക്ഷയില്ല. ദൂരേക്ക് ഓടി മാറിയ ഹാൻസ് മില്ലറും അതുപോലെ സീമബായും സുരക്ഷിതങ്ങളായ സ്ഥലങ്ങളിൽ എത്തിയതും മാർക്ക് ഫെല്ലറുടെ ഭാഗത്തേക്ക് അവർ നോക്കി. മാർക്ക് ഫെല്ലറുടെ നേർ മുകളിലേക്ക് ആ പ്രകാശം വരികയാണ്. ആ പ്രകാശത്തിൽ അവർക്ക് മാർക്കിനെ നന്നായി കാണാം. മാർക്കും പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന മാർക്കിന്റെ കയ്യിൽ ഒരു ഇരുമ്പ് വടിയിരിക്കുന്നതാണ് ദൂരെ നിൽക്കുന്ന ഹാൻസ് മില്ലറും അതുപോലെ സീമബായും കണ്ടത്. രണ്ടുപേരും രണ്ട് ദിക്കിലാണ്. സീമബായി വല്ലാത്തൊരു അതിശയത്തോടെ മാർക്ക് ഫെല്ലറുടെ കയ്യിലിരിക്കുന്ന ആ ഇരുമ്പ് വടിയെ നോക്കി. ഇവൻ ഈ ഇരുമ്പ് വടി ഉപയോഗിച്ച് ഈ ഹെവൻലി ട്രിബുലേഷനിൽ എന്ത് ചെയ്യാൻ പോവുകയാണ്? അങ്ങനെ സീമബായി ആലോചിക്കുമ്പോഴേക്കും ആ ഹെവൻലി ട്രിബുലേഷൻ അതിശക്തമായി താഴേക്ക് പാഞ്ഞു വന്നു. മാർക്ക് ഫെല്ലർ രണ്ട് കൈ കൊണ്ട് ആ ഇരുമ്പ് വടി പിടിച്ചിരിക്കുകയാണ്. മാർക്കിന്റെ കൈവശമുള്ള മാന്ത്രിക ആയുധങ്ങൾ ഒന്നായി മാർക്ക് പുറത്തെടുക്കുകയാണ്. മാർക്ക് ആ വടിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് സകല പ്രതീക്ഷയും ആ വടി കൊടുത്തുകൊണ്ട് താഴേക്ക് പാഞ്ഞു വരുന്ന ആ ലൈറ്റ് നോക്കി ഒരു അറ്റയാടി. ഒരു ചെറിയ ഇരുമ്പ് വടി കൊണ്ട് ഫുട്ബോൾ കോർട്ടിനോളം വലിപ്പമുള്ള ആ പ്രകാശ ഭീമിനെ അടിച്ചു തെറിപ്പിക്കാൻ ശ്രമിക്കുന്ന മാർക്ക് ഫെല്ലർ വല്ലാത്തൊരു കൗതുകമാണ് സീമബായിൽ ഉണ്ടാക്കിയത്. സീമബായും അതുപോലെ ഹാൻസ് മില്ലറും അമ്പരപ്പോടെയാണ് ആ കാഴ്ച കണ്ടത്. മാർക്ക് ഫെല്ലറിന് നേരെ പാഞ്ഞു വരുന്ന അതിശക്തമായ ആ നീലയും വെളുപ്പും കിടന്ന പ്രകാശത്തിലേക്ക് മാർക്ക് കയ്യിലിരിക്കുന്ന ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ച് ആഞ്ഞടിക്കുന്ന ആ കാഴ്ച എന്ത് പറയണമെന്നറിയാത്ത ഒരു വികാരത്തോടെയാണ് അവർ കണ്ടത്. ഇവനെന്താ ഈ കാണിക്കുന്നത്? അങ്ങനെ അവർ ആലോചിക്കുമ്പോൾ മാർക്കിന്റെ ആ കയ്യിലിരുന്ന ആ ഇരുമ്പ് വടി ആ നീലപ്രകാശത്തിൽ തട്ടി കൈ നിങ്ങത്തെറിച്ചു. ആ കാഴ്ച കണ്ടതും സീമബായി അറിയാതെ ചിരിച്ചു പോവുകയാണ്. എന്റെ ജോലി കഴിഞ്ഞു. അങ്ങനെയാണ് ആ നിമിഷത്തെ അയാൾക്ക് തോന്നിയത്. മാർക്കിനടുത്തേക്ക് പാഞ്ഞു വരുന്ന ആ നീലപ്രകാശത്തെ അതിജീവിക്കുവാൻ മാർക്കിന് പറ്റില്ല എന്ന് ആ നിമിഷത്തിൽ അയാൾക്ക് ബോധ്യമായി. തലയിൽ കൈവച്ചു പോയത് ഹാൻസ് മില്ലറാണ്. മാർക്ക് ആ വടി ഉപയോഗിച്ച് എന്തോ ചെയ്യാൻ പോവുകയാണെന്നാണ് യഥാർത്ഥത്തിൽ ഹാൻസ് മില്ലർ കരുതിയത്. പക്ഷെ ആ നിമിഷത്തിലാണ് മാർക്കിന്റെ കയ്യിൽ നിന്ന് ആ വടി അങ്ങ് തെറിച്ചത്. വടി തെറിച്ചതും മാർക്ക് താഴേക്ക് വീണു. മാർക്കിന്റെ സർവ്വ പ്രതീക്ഷയും ആ വടിയിലായിരുന്നു. മാർക്കിന് അടുത്ത മാന്ത്രിക സംവിധാനങ്ങൾ എന്തെങ്കിലും എടുക്കാൻ കഴിയും മുമ്പ് ആ പ്രകാശം മാർക്കിന് തൊട്ടടുത്തേക്ക് എത്തി. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിൽ നിന്ന് തെറിച്ച ആ വടി ശരിക്കും ഒന്ന് വിറച്ചു. ആ വിറയലോടൊപ്പം മാർക്ക് ഒരു കാഴ്ച കൂടി കണ്ടു. ആ വടിക്ക് ചുറ്റുമായി ഒരു വല്ലാത്ത പ്രകാശം. ആ ഇരുമ്പ് വടി ശരിക്കും തിളങ്ങുകയാണ്. ആ തിളങ്ങുന്ന പ്രകാശം പെട്ടെന്നാണ് ആ എൻറ്റയർ മേഖലയിലെങ്ങും വ്യാപിക്കുന്നത്. ഏകദേശം ഒരു ഫുട്ബോൾ കോർട്ടിന്റെ അതേ വലിപ്പത്തിൽ താഴേക്ക് പാഞ്ഞു വരുന്ന ആ പ്രകാശത്തിനെ മുഴുവൻ താങ്ങി നിർത്തക്ക ശൈലിയിൽ ആ വടിയിൽ നിന്നുള്ള പ്രകാശം അങ്ങ് വ്യാപിക്കുകയാണ്. അടുത്ത നിമിഷത്തിൽ ആ രണ്ട് പ്രകാശം തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടൽ നടന്ന അതേ നിമിഷത്തിൽ കണ്ണഞ്ചിപ്പോകുന്ന ശൈലിയിലുള്ള ഒരു പ്രകാശ സ്ഫോടനമാണ് ഉണ്ടായത്. ഒരു വിസ്ഫോടനം എന്ന് തന്നെ പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് ഹാൻസിനോ അതുപോലെ സീമയ്ക്കോ ഒരു പിടിയില്ല. അവര് രണ്ടുപേരും കണ്ണ് പൊത്തിപ്പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ പ്രകാശം എല്ലാ സ്ഥലത്തേക്കും അങ്ങ് തെറിച്ചു എന്ന് പറയാം. ആ നിമിഷത്തിൽ മാർക്കും തറയിലൊന്ന് കമന്നു. ശക്തമായ പ്രകാശം എല്ലാ ഭാഗത്തേക്കും ചിതറുകയാണ്. ഏതാനും സെക്കൻഡിൽ കഴിഞ്ഞതും മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്കിന്റെ ആ ഇരുമ്പ് വടി താഴെ വീണ ശബ്ദമാണ് മാർക്ക് കേട്ടത്. അത് കേട്ടതും മാർക്ക് ഓടിച്ചെന്ന് ആ
ഇരുമ്പ് വടി കയ്യിലെടുത്തു. ആ ഇരുമ്പ് വടി കയ്യിലെടുത്ത മാർക്ക് ശരിക്കും അമ്പരപ്പെട്ടു പോവുകയാണ്. കാരണം ആ ഇരുമ്പ് വടിയിൽ ഒരു പ്രത്യേകതയും മാർക്ക് ഇപ്പൊ കാണുന്നില്ല. നേരത്തെ മാർക്കിന്റെ കയ്യിൽ ഇരുന്നപ്പോൾ എങ്ങനെയാണോ അതേ ശൈലിയില ആ ഇരുമ്പ് വടി ഇരിക്കുന്നത്. ആ ഇരുമ്പ് വടി ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് മാർക്കിനെ പോലെ അമ്പരപ്പിച്ചുകൊണ്ട് വല്ലാതെ തിളങ്ങിയിരുന്നു. അത് ശരിക്കും ഒരു പ്രകാശം തന്നെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. ഒരു വല്ലാത്ത ഊർജ പ്രസാരണം തന്നെ അത് നടത്തിയിരുന്നു. അതൊന്നും ഇപ്പോൾ ആ ഇരുമ്പ് വടിയിൽ കാണാനില്ല. പക്ഷേ മുകളിൽ ആ എൻ്റെ സംവിധാനവും മാറിയിട്ടുണ്ട്. 4ാമത്തെ ഹെവൻലി ട്രിബ്യൂഷനെ മാർക്ക് ഫെല്ലർ അതിഗംഭീരമായി ഇതാ തകർത്തിരിക്കുകയാണ്. ആ പ്രകാശം ആ ഭാഗത്തൊക്കെ ഒന്ന് മാറുമ്പോൾ ദൂരെ ഹാൻസ് മില്ലർ ആ കാഴ്ച കണ്ടു. ആ വടിയുമായി നിൽക്കുന്ന മാർക്ക് ഫെല്ലറെ. അത് ഹാൻസിൽ ഉണ്ടാക്കിയ സന്തോഷത്തിന് വാക്കുകളില്ല എന്നതിന് പറയാം. അയാളുടെ കണ്ണുകൾ ഏതാണ്ട് നിറയുകയാണ്. ഈ സമയത്ത് സീമാബായിയും ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അയാൾ വിചാരിച്ചാൽ ആ ഹെവൻലി ട്രിബ്യൂഷനെ തടുക്കാൻ പറ്റില്ല. അയാളെക്കാൾ കപ്പാസിറ്റി ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർക്ക് ഉണ്ടെന്ന് ഒരു തോന്നൽ പെട്ടെന്ന് സീമാബായിക്കുണ്ടായി. അതേ നിമിഷത്തിൽ മറ്റൊരു ആഗ്രഹം കൂടി സീമാബായിയുടെ മനസ്സിലേക്ക് അടക്കുകയാണ്. ആ 4th ട്രിബ്യൂഷനെ തകർത്തത് ആ ഇരുമ്പ് വടിയാണ്. അതൊരു മാന്ത്രിക ആയുധമാണ്. മാർക്കിനെ കൊന്നാൽ ആ മാന്ത്രിക ആയുധം അയാളുടെ സ്വന്തമാകും. അങ്ങനെ തോന്നിയതും അയാൾ വീണ്ടും മാർക്കിനെതിരെ നടക്കുകയാണ്. അയാൾ മാർക്കിനെതിരെ നടക്കുന്ന കണ്ടതും ഹാൻസ് മില്ലർ മാർക്കിനും അയാൾക്കും ഇടയിലേക്കും കയറി. മാർക്കും ഹാൻസും അതുപോലെ സീമാബായിക്കും തമ്മിൽ അകലം വളരെ കൂടുതലാണ്. ഏകദേശം ഒരു 100-300 മീറ്റർ വ്യത്യാസമുണ്ട് അവരൊക്കെ തമ്മിൽ. ഇപ്പോൾ സീമാബായിക്ക് തൊട്ടു മുന്നിലേക്ക് ഹാൻസ് മില്ലർ കയറിയതും സീമാബായി ഹാൻസിനോട് പറഞ്ഞു, ആദ്യം ഞാൻ നിന്നെ തന്നെയാണ് അവസാനിപ്പിക്കുന്നത്. നീ ഭയന്നു പോയല്ലേ, ആദ്യം നിന്നെ അവസാനിപ്പിക്കാതെ മാർക്കിനെ ഞാൻ അവസാനിപ്പിക്കുന്നു. പേടിക്കണ്ട, ആദ്യം നിന്നെ തന്നെ ഞാൻ തീർക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ നേരത്തെ നിർത്തിവെച്ച ആ ആക്ടിവിറ്റിയിലേക്ക് കടന്നു. അയാളുടെ ഡൊമൈൻ പവർ പതുക്കെ പതുക്കെ ഉയരുകയാണ്. അയാളുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഓറ വലുതായി വരുന്നതനുസരിച്ച് ആ ഓറയ്ക്ക് ചുറ്റുമുള്ള സ്ഥലത്ത് ഒരു പ്രഷർ അനുഭവപ്പെട്ടു തുടങ്ങി. ശരിക്കും വിസിബിൾ ആകുന്ന ശൈലിയിലുള്ള ഓറയാണ് അയാളുടെ പുറത്ത് ഇപ്പൊ നമ്മൾ കാണുന്നത്. സാധാരണഗതിയിൽ ഒരാളുടെ പുറത്തുള്ള ഓറ മറ്റൊരാൾക്ക് വിസിബിൾ ആകത്തില്ല. ഇത് നഗ്ന നേത്രം കൊണ്ട് കാണാൻ കഴിയുന്ന ശൈലിയിൽ അയാൾക്ക് ചുറ്റുമുള്ള ഓറ കൂടിക്കൂടി വരികയാണ്. മാർക്കിന്റെയും അതുപോലെ ചാങ്മാങ്ങിന്റെയും ബോഡിക്ക് ചുറ്റും ഇതുപോലെ വലയങ്ങൾ ഉണ്ടാകാറുണ്ട്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ഒരു സുവർണ വലയമാണെങ്കിൽ ചാങ്ങിന് ചുറ്റും ഉണ്ടാകുക ഒരു ചുവന്ന വലയമാണ്. അതേ ശൈലിയിൽ ഇതാ ഒരു വലയം ലേശം റെഡിഷ് കലർന്ന നിറത്തിൽ സീമാബായിക്ക് ചുറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ വലയം പതുക്കെ പതുക്കെ വലുതാവുകയാണ്. ആ വലയത്തിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് അത് പുറത്തേക്ക് കൊടുക്കുന്ന പ്രഷർ കൂടിക്കൂടി വരികയാണ്. ആ വലയം വലുതാകുന്ന അതേ സമയത്ത് തന്നെ സീമാബായി ഹാൻസ് മില്ലർക്ക് നേരെ നടക്കുകയാണ്. തനിക്ക് നേരെ നടന്നു വരുന്ന സീമാബായി സൃഷ്ടിക്കുന്ന പ്രഷർ ഹാൻസിന് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട്. ഹാൻസ് മില്ലർ 2 കൈയും കൊണ്ടും ആ സിൽവർ സോഡിൽ അങ്ങനെ ഉറച്ചു പിടിച്ചിരിക്കുകയാണ്. അയാളുടെ മുഴുവൻ പ്രതീക്ഷയും ആ സിൽവർ സോഡിലാണ്. സിൽവർ സോഡിന്റെ പിടിയിൽ ആഞ്ഞു പിടിക്കുന്ന ഹാൻസ് മില്ലർ തനിക്ക് നേരെ വളരെ കൂളായി നടന്നു വരുന്ന സീമാബായി തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സീമാബായിയുടെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഓറയുടെ അളവ് വൻതോതിലങ്ങ് വർദ്ധിച്ചു. ആ നിമിഷത്തിൽ ഹാൻസിന് ഒരു കാര്യം ഉറപ്പായി, ആ ഓറ സൃഷ്ടിക്കുന്ന പ്രഷർ തനിക്ക് താങ്ങാൻ പറ്റില്ല, താൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അങ്ങനെ തോന്നിയതും ആ വാളിന്റെ പിടിയിൽ അമർത്തി പിടിച്ചിരുന്ന ഹാൻസ് മില്ലർ എന്തോ മന്ത്രം ചൊല്ലുകയാണ്. ഹാൻസ് മില്ലറുടെ ആ ആക്ടിവിറ്റി ഒന്നും ശ്രദ്ധിക്കാതെ വളരെ മെജസ്റ്റിക് സ്റ്റെപ്പുകളോടെ സീമാബായി ഹാൻസ് മില്ലർക്ക് നേരെ അങ്ങനെ നടന്നു വരികയാണ്. സീമാബായി വളരെ സിമ്പിൾ ആയിട്ട് ഹാൻസിനെ കൊല്ലാൻ പോവുകയാണ്. തനിക്ക് നേരെ നടന്നു വരുന്ന സീമാബായിയെ ഹാൻസ് മില്ലറും കാണുന്നുണ്ട്. സീമാബായി സൃഷ്ടിക്കുന്ന പ്രഷർ അയാൾക്ക് അനുഭവപ്പെടുകയും ചെയ്യാണ്. ആ കാഴ്ച കാണുന്നതിനൊപ്പമാണ് അയാളെ സ്പെല്ല് ചൊല്ലിക്കൊണ്ടിരുന്നത്. പെട്ടെന്നാണ് ഹാൻസ് മില്ലറുടെ കയ്യിൽ നിന്ന് ആ സിൽവർ സോഡ് ഒന്ന് തെറിച്ചത്. ഹാൻസിന്റെ കയ്യിൽ നിന്ന് പുറത്തേക്ക് തെറിച്ച സിൽവർ സോഡ് പെട്ടെന്ന് ആകാശത്തേക്ക് കുതിക്കുന്നത്. ശരിക്കും ഒരു അമ്പ് ആകാശത്തേക്ക് പോകുന്ന അതേപോലെ ഒരു റോക്കറ്റ് പോകുന്ന പോലെ ആ വാള് നേരെ കുത്തനെ മുകളിലേക്ക് പോയി. ആ കാഴ്ച ഹാൻസ് മില്ലറും അതുപോലെ സീമാബായിയും കണ്ടു. സീമാബായി കൗതുകത്തോടെ ആകാശത്തേക്ക് പാഞ്ഞു പോകുന്ന ആ വാളിനെ ഒന്ന് നോക്കിയിട്ട് ഹാൻസ് മില്ലറോട് പറഞ്ഞു, ഓഹോ, നിന്റെ ആ മാന്ത്രിക ആയുധവും നഷ്ടമായല്ലേ, അതുപോലും ഭയന്ന് കാണും. താൻ സൃഷ്ടിച്ച ഡൊമൈൻ പവറിൽ ഭയന്നുപോയ ആ വാള് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണെന്നുള്ള ഒരു കമന്റാണ് യഥാർത്ഥത്തിൽ സീമാബായിയുടെ ഭാഗത്തുണ്ടായത്. സീമാബായിയുടെ ബോഡിക്ക് ചുറ്റുമുള്ള ഓറ ഇപ്പോ വശങ്ങളിലേക്ക് മാത്രമല്ല മുകളിലേക്കും ഉയർന്നിട്ടുണ്ട്. ഒരു കൂറ്റൻ മലയുടെ അധിക വലിപ്പത്തിൽ
റെഡിഷ് കളറിലുള്ള ഒരു വലയമാണ് ഇപ്പോ സീമബായിക്ക് ചുറ്റുമുള്ളത്. പെട്ടെന്നാണ് സീമബായി അയാളുടെ നടത്തം നിർത്തിയത്. ഹാൻസ് മില്ലർ സീമബായിയെ സൂക്ഷിച്ചു നോക്കുമ്പോൾ സീമബായിക്ക് ചുറ്റുമുള്ള വലയങ്ങളുടെ എണ്ണം വേഗം കൂടി. നേരത്തെ കണ്ട ആ ചുവന്ന വലയം പെട്ടെന്ന് അനവധി വലയങ്ങളായി മാറുകയാണ്. ആ വലയങ്ങൾ അതിവേഗം നേരത്തെ കണ്ട വലയത്തിന് മറികടന്നുകൊണ്ട് വൻ വേഗതയിൽ അങ്ങ് വ്യാപിക്കുകയാണ്. ആ വലയങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം മുന്നിലുള്ള ഹാൻസ് മില്ലറാണ്. ശരിക്കും തനിക്ക് ചുറ്റുമായി ആ രൂപം കൊണ്ട ആ ചുവപ്പ് നിറത്തിലുള്ള ഡൊമൈൻ പവറിനെ വലയങ്ങളായി കൺവേർട്ട് ചെയ്ത് ആ വലയങ്ങൾ ഉപയോഗിച്ച് ഹാൻസ് മില്ലറെ അറ്റാക്ക് ചെയ്യുകയാണ് ഇവിടെ സീമബായി ചെയ്യുന്നത്. ഹാൻസിന് നേരെ ആ ചുവന്ന വലയങ്ങൾ പാഞ്ഞു വരുന്ന അതേ നിമിഷത്തിൽ മുകളിൽ നിന്ന് ഒരു ഹുങ്കാര ശബ്ദത്തോടെ വാള് താഴേക്ക് പാഞ്ഞു വരുന്നത് സാക്ഷാൽ സീമബായി കണ്ടു. അത് കണ്ടതും സീമബായി ഒന്ന് ചിരിച്ചു. ഹേയ് ഹാൻസ്, നീ എന്താ മാജിക് ഷോ കാണിക്കാൻ പോവുകയാണോ? അങ്ങനെ അയാൾ ചോദിച്ച ആ നിമിഷത്തിൽ കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ വാള് സീമബായിയുടെ മുകളിലുള്ള വലയങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. താഴേക്ക് പാഞ്ഞു വരുന്ന ആ സോഡ് ഒരു സോഡ് ലൈറ്റുമായിട്ടാണ് വരുന്നത്. ആ സോഡ് ലൈറ്റും ആ ചുവന്ന പ്രകാശം തമ്മിൽ കൂടിക്കലരുമ്പോൾ കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം സീമബായിക്ക് ചുറ്റുമുണ്ടായി. ഹാൻസ് മില്ലർക്ക് ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്ത ശൈലിയിൽ ഹാൻസിനെ സീമബായിയുടെ ആ തരംഗങ്ങൾ ഏതാണ്ട് തെറിപ്പിച്ചു എന്ന് പറയാം. ഹാൻസ് മണ്ണിൽ വീണ് കിടക്കുകയാണ്. മണ്ണിൽ വീണ ഹാൻസ് ഒരുപാട് പുറകോട്ട് തെറിക്കുകയും ചെയ്തു. ഹാൻസിന്റെ വായിന്ന് ചോര പുറത്തേക്ക് തെറിച്ച ആ നിമിഷത്തിലാണ് ആ വാള് മുകളിലുള്ള വലയങ്ങൾ ഒന്നൊന്നായി തകർത്തുകൊണ്ട് താഴേക്ക് പാഞ്ഞു വരുന്നത്. ചുറ്റും പ്രകാശം മാത്രമേ ഉള്ളൂ. ഒരു മുരൾച്ചയും കേൾക്കാനുണ്ട്. ആ മുരൾച്ചയും ആ പ്രകാശവും കൂടിക്കലർന്ന് ഒരു വല്ലാത്ത ഭീകരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ നിമിഷത്തിൽ ഹാൻസിന്റെ തൊട്ടടുത്ത് അവന്റെ വാള് വന്ന് വീണു. ഹാൻസ് ചാടി എണീറ്റ് ആ വാള് കയ്യിലേക്ക് എടുത്തു. ഹാൻസ് ആ വാള് കയ്യിലേക്ക് എടുക്കുമ്പോൾ ആ വാളിൽ നിറയെ രക്തമാണ്. ആ വാളിന് ഹാൻസ് ഹാൻഡ് ഓവർ ചെയ്ത ദൗത്യം ആ വാള് ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. അങ്ങനെ തോന്നലാണ് പെട്ടെന്ന് ഹാൻസിനുണ്ടായത്. അങ്ങനെ തോന്നിയതും ഹാൻസിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ആ നിമിഷത്തിലാണ് സാക്ഷാൽ സീമബായിക്ക് ചുറ്റുമുള്ള പ്രകാശം പൂർണ്ണമായി അസ്തമിക്കുന്നത്. ആ സമയത്ത് സീമബായി ഒരു വല്ലാത്ത കാഴ്ചയാണ്. അയാൾ അണിഞ്ഞിരുന്ന ആ കറുത്ത വസ്ത്രം പല കഷ്ണങ്ങളായി കീറി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വസ്ത്രങ്ങൾ കീറിയ സ്ഥലത്തു നിന്നെല്ലാം ചോര ഒലിച്ചിറങ്ങുന്നുണ്ട്. സീമബായിയെ ഹാൻസ് മില്ലറുടെ ആ സിൽവർ സോഡ് പല കഷ്ണങ്ങളായി മുറിച്ചിരിക്കുകയാണ്. സീമബായിയുടെ എൻറ്റയർ ബോഡിയിലും മുറിവുകൾ ഉണ്ടായിരിക്കുകയാണ്. തൻ്റെ ബോഡി കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്തിലേക്ക് സീമബായി വളരെ കോൾഡ് കണ്ണുകളിലൂടെ ഒന്ന് നോക്കി. വല്ലാത്തൊരു ക്രൗര്യം ആ നിമിഷത്തിൽ അയാളുടെ കണ്ണുകളിലുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ വിണ്ട് കീറിയിരിക്കുകയാണ്. ദേഹം മുഴുവൻ വിണ്ട് കീറിയിരിക്കുന്ന സീമബായിയുടെ ദേഹത്തൂടി അങ്ങനെ രക്തം ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ബോഡി കൂടി ഒലിച്ചിറങ്ങുന്ന രക്തത്തിലേക്ക് നോക്കിയ സീമബായി ഒന്ന് അലറി. ശരിക്കും വല്ലാത്തൊരു മുരൾച്ചയായിരുന്നു അയാളുടെ ആ അലർച്ചയ്ക്ക്. ആ അലർച്ച കേൾക്കുമ്പോൾ സാക്ഷാൽ ഹാൻസ് മില്ലർ രണ്ട് കൈകൊണ്ടും ആ സിൽവർ സോഡിൽ മുറുകെ പിടിക്കുകയാണ്. അവന്റെ അച്ഛൻ അവന് ഹാൻഡ് ഓവർ ചെയ്ത ഒരു ടെക്നിക്കാണ് യഥാർത്ഥത്തിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ ഉപയോഗിച്ചത്. ആ ടെക്നിക്ക് അവൻ നന്നായി പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ആ ടെക്നിക്ക് ഇതാ ഉപയോഗപ്പെട്ടിരിക്കുകയാണ്. സീമബായി അലറിക്കൊണ്ട് ഹാൻസ് മില്ലറോട് പറഞ്ഞു, നീ ഇപ്പോ ഇവിടെ അവസാനിക്കും. അങ്ങനെ ഹാൻസ് മില്ലറോട് സാക്ഷാൽ സീമബായി പറയുമ്പോൾ കാതടപ്പിക്കുന്ന ഒരു ശബ്ദം അവർ കേട്ടു. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഹാൻസ് മില്ലറും സീമബായും ഒന്നിച്ച് തിരിയുകയാണ്. അപ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ആകാശത്ത് കൂറ്റൻ 4 തൂണുകൾ, നീല നിറത്തിലും വെളുത്ത നിറത്തിലുമുള്ള പ്രകാശം അതിവേഗം ആകാശത്ത് കേന്ദ്രീകരിക്കുകയാണ്. ഹെവൻലി ട്രിബ്യൂഷൻ 5ഉം 6ഉം 7ഉം 8ഉം ഇതാ ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുകയാണ്. ഓരോ ഹെവൻലി ട്രിബ്യൂഷൻ വീതം ദേഹത്ത് വീഴുക എന്നുള്ളതാണ് സാധാരണഗതിയിലുള്ള നാട്ടു നടപ്പ്. പക്ഷെ ഇവിടെ ഇതാ ആദ്യത്തെ 4 കഴിഞ്ഞപ്പോൾ അടുത്ത 4 ഒന്നിച്ച് താഴേക്ക് പെയ്തിറങ്ങാൻ പോവുകയാണ്. അമ്പരപ്പിക്കുന്ന ആ കാഴ്ച അക്ഷരാർത്ഥത്തിൽ സീമബായിയും ഹാൻസ് മില്ലറെയും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അവർ രണ്ടുപേരും തമ്മിലുള്ള വഴക്കൊക്കെ, ആ ഫൈറ്റൊക്കെ ആ നിമിഷം രണ്ടുപേരും മറന്നു. അതേ അവസ്ഥ തന്നെയാണ് മാർക്ക് ഫെല്ലർക്ക്. തന്നെ ഒരു കാരണവശാലും ജയിക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഈ ഹെവൻ തീരുമാനിച്ചിരിക്കുകയാണ്.
ആ 4 ഹെവൻലി ട്രിബുലേഷനും ഒന്നിച്ച് ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട കണ്ടപ്പോ മാർക്ക് ഫെല്ലർക്ക് പോലും തോന്നിയത് അതാണ്. മാർക്ക് അമ്പരപ്പോടെ ആകാശത്ത് നോക്കുകയാണ്. മാർക്കിന്റെ കയ്യിൽ ഇനി അധികം വിഭവങ്ങളൊന്നുമില്ല. മാർക്ക് ആ ഇരുമ്പ് വടി കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ ഇരുമ്പ് വടിക്ക് ആ 4 ഹെവൻലി ട്രിബുലേഷനെയും ഒന്നിച്ച് നേരിടാൻ പറ്റൂ? അങ്ങനെ സംശയം മാർക്കിനുണ്ട്. ആ സംശയം മാർക്കിനുണ്ടെങ്കിലും മാർക്ക് ആ വടി തന്നെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആ 4 തൂണുകളും ഒന്ന് ചലിച്ചത്. ആ 4 തൂണുകളുടെ ചലനം കണ്ട് മാർക്കിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ പെട്ടെന്ന് മാർക്ക് ആ കാഴ്ച കണ്ടു. ആ 4 തൂണും കൂടി ഒറ്റ തൂണായി മാറി. ആകാശത്ത് കണ്ണെത്താത്ത ദൂരത്തോളം ഇപ്പോ നീലയും വെളുപ്പും കയർന്ന ഒരു പ്രകാശമാണ് കാണുന്നത്. ഇപ്പൊ അതിനെ തൂണ് എന്നൊന്നും വിളിക്കാൻ കഴിയില്ല. കാരണം മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ ആ പ്രകാശം മാത്രമേ ഉള്ളൂ. ആ പ്രകാശം അങ്ങനെ അലയിടിക്കുന്ന കണ്ടതും ഹാൻസ് മില്ലറും അതുപോലെ സീമബായിയും നേരത്തെ പോലെ അവരവർ നിന്ന ഭാഗത്തേക്ക് തിരിഞ്ഞോടുകയാണ്. സംഭവിക്കാൻ പോകുന്നത് ഒരു വൻ സ്ഫോടനമാണെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. നേരത്തെ അവർ നിന്ന സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 200 മീറ്ററെങ്കിലും പുറകിലോട്ട് രണ്ടുപേരും ഓടി മാറിക്കാണും. ഇപ്പോ അവരും മാർക്ക് ഫെല്ലറും തമ്മിലുള്ള അകലം ഏറ്റവും മിനിമം 1/2 കിലോമീറ്ററാണ്. ഏകദേശം 500 മീറ്ററുകൾക്ക് അപ്പുറത്തായി ആകാശത്തുനിന്ന് അതിശക്തമായ ആ പ്രകാശ ബീം താഴേക്ക് പാഞ്ഞു വരാൻ പോവുകയാണ്. അത് ഒന്ന് ചലിക്കുമ്പോൾ തന്നെ അത് ഉണ്ടാക്കുന്ന തരംഗങ്ങൾ വൻ പ്രഷർ താഴെ സൃഷ്ടിക്കുന്നുണ്ട്. താഴെ ഇപ്പോൾ ഇടിഞ്ഞു വീഴാത്ത സ്ഥലമില്ല എന്ന് തന്നെ പറയാം. നേരത്തെ താഴ്വര ആയിരുന്ന പല ഭാഗവും ഇപ്പോ ഏതാണ്ട് മണ്ണും പാറയും മരങ്ങളും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ആ മരങ്ങളും പാറകൾ പോലും തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോ ഹാൻസിന് തോന്നുന്നുണ്ട്. ആ ട്രിബുലേഷൻ താഴേക്ക് വരുമ്പോൾ ആ എൻ്റെ സ്ഥലത്തിനും വൻ മാറ്റം വരും. അപ്പോഴാണ് ആ കാര്യം ഹാൻസിന്റെ മനസ്സിൽ ശരിക്കും പതിയുന്നത്. മാർക്ക് ഫെല്ലർ ആളൊഴിഞ്ഞൊരു സ്ഥലം തന്നെ അവന്റെ ബ്രേക്ക് ത്രൂവിന് വേണമെന്ന് ഹാൻസിനോട് പറഞ്ഞതിന്റെ അർത്ഥമാണ് ആ നിമിഷത്തിൽ ഹാൻസിന്റെ മനസ്സിൽ പതിഞ്ഞത്. ടൗണിന്റെ സമീപത്തോ ഏതെങ്കിലും സെറ്റിൽമെന്റിന്റെ സമീപത്തോ ആണ് മാർക്ക് ഈ ബ്രേക്ക് ത്രൂ നടത്തിയിരുന്നെങ്കിൽ ആ സെറ്റിൽമെന്റോ ആ ടൗണോ പിന്നെ ഉണ്ടാകുമായിരുന്നില്ല. അത് ആലോചിക്കുമ്പോൾ ഒരു വിറയൽ ഹാൻസിന്റെ ബോഡിയിലേക്ക് കടന്നു വരികയാണ്. ഹാൻസ് ശരിക്കും അമ്പരപ്പോടെ ആ മാർക്ക് ഫെല്ലർ നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കുമ്പോൾ മാർക്കിന്റെ കയ്യിലിരുന്ന ആ ഇരുമ്പ് വടി അപ്രത്യക്ഷമാകുന്ന കണ്ടു. അതേ കാഴ്ച സീമബായി കണ്ടു. സീമബായി അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഹേയ്, ഇവൻ എന്താ ചെയ്യുന്നത്? അവന്റെ ആ മാന്ത്രിക ആയുധം അവൻ ഉപേക്ഷിച്ചു. മാർക്കിന്റെ ആ ഇരുമ്പ് വടി മാർക്ക് അവന്റെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റിക്കഴിഞ്ഞു. മാന്ത്രിക ആയുധങ്ങളൊന്നും ഇല്ലാതെ മാർക്ക് ഫെല്ലർക്ക് ആ ട്രിബുലേഷനെ നേരിടാൻ പറ്റില്ല. അക്കാര്യം സീമബായിക്ക് അറിയാം. ഇവൻ ഈ ശിലിൽ അവസാനിക്കുന്നത് ഒരു സങ്കടമുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് സീമബായിയുടെ മനസ്സിൽ വന്നത്. പക്ഷെ സീമബായിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാനൊന്നും വയ്യ. അയാൾക്ക് മാർക്ക് ഫെല്ലറെ അവസാനിപ്പിച്ചാലേ പറ്റൂ. അത് ഹെവൻലി ട്രിബുലേഷൻ വഴി സംഭവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അങ്ങനെ സീമബായി ആലോചിക്കുമ്പോഴേക്കും മാർക്ക് ഫെല്ലർ ഒരു ചിത്രമെടുത്ത് കൈ പിടിക്കുന്നതാണ് അയാൾ കണ്ടത്. ഏകദേശം 500 മീറ്റർ ദൂരെയാണ് മാർക്ക് ഫെല്ലർ നിൽക്കുന്നതെങ്കിലും മാർക്ക് ഒരു പേപ്പർ എടുത്ത് പിടിച്ചിരിക്കുന്നത് അയാൾക്ക് കാണാം. ഹാൻസിനും അത് കാണാൻ പറ്റുന്നുണ്ട്. അവർക്കിടയിൽ വേറെ തടസ്സങ്ങളൊന്നുമില്ല. ആ ചിത്രം എന്താണെന്നോ ആ ചിത്രത്തിൽ എന്താണെന്നോ ഹാൻസിനോ അതുപോലെ സീമബായിക്കോ അറിയില്ല. ആ ചിത്രത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് മാർക്ക് ഫെല്ലർ പതുക്കെ പറയുകയാണ്, ഷിയ, എന്റെ സകല പ്രതീക്ഷയും ഇനി നിന്നിലാണ്. ഇമോർട്ടൽ സ്ലേയിങ് സെഷന്റെ ആസ്ഥാനത്തിനകത്തുള്ള ആ മാസ്ക് വെച്ച സ്ത്രീയുടെ ശവകുടീരത്തിനകത്ത് നിന്ന് മാർക്കിന് ലഭിച്ച ആ ചിത്രമാണ് മാർക്ക് എടുത്തു പിടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പേ ഒരു തവണ ജിങ്ദു മാർഷൽ ആർട്സ് അസോസിയേഷനുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ മാർക്കിനെ ആ ചിത്രം രക്ഷിച്ചിട്ടുണ്ട്. വീണ്ടും മാർക്ക് ആ ചിത്രത്തെ തന്നെ ആശ്രയിക്കുകയാണ്. മാർക്ക് തന്റെ മനസ്സിൽ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ഷിയ, എന്റെ സകല പ്രതീക്ഷയും നിന്നിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മാർക്ക് ആ ചിത്രം തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ പവർഫുൾ ആയിട്ടുള്ള ആ ലൈറ്റ് നേരെ എടുത്തു പിടിച്ചു. മാർക്ക് ആ ചിത്രത്തെ അങ്ങനെ പിടിക്കുമ്പോൾ ശക്തമായ വേഗതയിൽ ആ പ്രകാശം താഴേക്ക് പതിക്കുകയാണ്. കാതടപ്പിക്കുന്ന ശബ്ദവും കണ്ണഞ്ചിക്കുന്ന പ്രകാശവുമാണ് ശരിക്കും ആ നീലപ്രകാശം താഴേക്ക് വരുമ്പോൾ ചുറ്റും അനുഭവപ്പെടുന്നത്. ഹാൻസ് മില്ലറുടെയും സീമബായിയുടെയും കണ്ണുകൾ ഏതാണ്ട് അടഞ്ഞു പോവുകയാണ് ആ പ്രകാശത്തിൽ. അതോടൊപ്പം ആ പ്രകാശം സൃഷ്ടിച്ച വല്ലാത്ത പ്രഷർ വൻ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ തരംഗങ്ങൾ തൊടുന്ന സ്ഥലമെല്ലാം ചിതറിത്തെറിക്കുകയാണ്. സകല സ്ഥലത്തും സകലതും ചിതറിത്തെറിക്കുന്ന ശബ്ദമല്ലാതെ വേറെ ഒന്നും കേൾക്കാനില്ല. എന്തോ സംഭവിക്കാൻ പോകുന്നൊരു ധാരണ ദൂരെ നിൽക്കുന്ന സീമബായിക്കും ഹാൻസിനും ഉണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നില്ല സീമബായിക്ക്. ഇതുപോലുള്ള ട്രിബുലേഷൻ ഈ യൂണിവേഴ്സിൽ എവിടെയെങ്കിലും സംഭവിക്കുമെന്ന് അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അങ്ങ്
സെൻട്രൽ പ്ലെയിനിൽ ആ 9 അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ യങ്സ്റ്റേഴ്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഹെവൻലി റെവല്യൂഷൻ ഉണ്ടാവും. പക്ഷെ അതുപോലും ഇതിൻ്റെ അത്രയും വരില്ല എന്നൊരു തോന്നൽ സീമബായിക്കുണ്ട്. സീമബായി ഒരുപാട് വർഷങ്ങളായി ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ വ്യക്തിയാണ്. അയാൾ ശരിക്കും അമ്പരന്നിരിക്കുകയാണ്. എന്തായാലും മാർക്കിന്റെ കഥ കഴിഞ്ഞു, അക്കാര്യം മാത്രം അയാൾക്ക് ഉറപ്പാണ്. അങ്ങനെ അയാൾ വിചാരിക്കുമ്പോഴേക്കും ആകാശത്ത് നിന്ന് ആ പ്രകാശം ഏകദേശം മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ 100 അടി മുകളിലെത്തി. മാർക്കും ആ പ്രകാശം തമ്മിലുള്ള അകലം വെറും 100 അടി ആയി മാറുമ്പോൾ വൻ പ്രഷറാണ് താഴെ അനുഭവപ്പെടുന്നത്. സങ്കല്പങ്ങൾക്ക് അപ്പുറത്തുള്ള പ്രഷർ. സകല സ്ഥലവും ഒന്ന് വിറയ്ക്കുകയാണെന്ന് പറയാം. താഴെയുള്ള മരങ്ങളും ചെടികളും ഒക്കെ പൊഴുതു വീണത്ത് അത് കിടന്ന് വിറയ്ക്കുന്നുണ്ട്. ശരിക്കും അവയൊക്കെ ആ തരംഗത്തിന്റെ ശക്തിയിൽ പൊടിഞ്ഞ് കഷ്ണങ്ങളാവുകയാണ്. ആകെപ്പാടെ ഒരു വല്ലാത്ത അന്തരീക്ഷം. പ്രകാശവും അതുപോലെ ശബ്ദവും അതുപോലെ തന്നെ തരംഗങ്ങളുടെ മുരൾച്ചയും എല്ലാം കൊണ്ട് ഭയപ്പെടുത്തുന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ പേപ്പർ, ആ ചിത്രം കാറ്റിടിച്ച് അങ്ങ് പറന്നു. മാർക്കിന്റെ ആകെ പിടിവള്ളി ആ ചിത്രമായിരുന്നു. അതാണ് ആ നിമിഷത്തിൽ അവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരുന്ന കാറ്റിനകത്ത് പറന്നുപോയത്. ആ കാഴ്ച കണ്ട സീമബായി അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഒരു പേപ്പർ ഉപയോഗിച്ച് അവൻ ആ ഹെവൻലി ട്രിബുലേഷനെ തകർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അറിയാതെ സീമബായി പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ നിമിഷത്തിൽ ഹാൻസ് മില്ലറുടെ മുഖം വലിഞ്ഞു മുറുകയാണ്. ശരിക്കും അവന്റെ ഹൃദയം ഇടിക്കുന്നത് കേൾക്കാം, വേണമെങ്കിൽ കാണാമെന്ന് പറയാം. അത്ര ശക്തമായ ഇടിക്കുന്നത്. ഒരു ഭയം അവന്റെ കാൽവിരലിൽ നിന്ന് അങ്ങനെ ഇരച്ച് കയറുകയാണ്. മാർക്ക് ആ ട്രിബുലേഷനെ മറികടന്നേ പറ്റൂ. എന്ത് ചെയ്യണമെന്നറിയാതെ ഹാൻസ് മില്ലർ അമ്പരന്ന് നിൽക്കുമ്പോൾ ആ പ്രകാശം താഴേക്ക് അതിശക്തമായി പാഞ്ഞു വരികയാണ്. മാർക്കും ആ പ്രകാശം തമ്മിലുള്ള അകലം ഏകദേശം 50 അടിയായി മാറിയതും പെട്ടെന്ന് ആ പ്രകാശം ഒന്ന് വിറച്ചു. ശരിക്കും ഒരു വലിയ തൂണ് പോലെ താഴേക്ക് വന്ന പ്രകാശമാണ് ഒന്ന് വിറച്ചത്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിനൊരു പിടിയില്ല. മാർക്ക് അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. മാർക്കിന്റെ കൈവശമുണ്ടായിരുന്ന ആ ചിത്രം ഇപ്പോൾ ആ പ്രകാശത്തിന് തൊട്ട് താഴെയുണ്ട്. ആ താഴെ മാർക്ക് കണ്ട ആ ചിത്രത്തിൽ നിന്ന് ഒരു കൂറ്റൻ കൈ മുകളിലേക്ക് പൊങ്ങിയിട്ടുണ്ട്. ആ കൈ മുകളിലേക്ക് വന്നപ്പോഴാണ് ശരിക്കും ആ പ്രകാശം ഒന്ന് വിറച്ചത്. ആ പ്രകാശം ശരിക്കും പ്രഷറോടുകൂടിയാണ് താഴേക്ക് വരുന്നത്. ആ പ്രഷറിനെ മറികടക്കുന്ന ഒരു പ്രഷർ താഴ്ന്ന് പൊങ്ങി വന്ന കൈക്കുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകാം ആ പ്രകാശം ഒന്ന് വിറച്ചത്. ഈ കാഴ്ച സീമബായിയും അതുപോലെ ഹാൻസ് മില്ലറും കാണുന്നുണ്ട്. കാരണം പെട്ടെന്ന് സകലതും ഒന്ന് ശാന്തമായതുപോലെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. ഒരു നിശ്ചലാവസ്ഥ. ശക്തമായ പ്രഷറോടുകൂടി താഴേക്ക് പാഞ്ഞു വന്ന പ്രകാശം പെട്ടെന്ന് അങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു സെക്കൻഡിൽ അത് സംഭവിച്ചു. ആ ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കൈ വളരെ കൂളായിട്ട് ആ പ്രകാശത്തിൽ ഒറ്റയാടി. അടി പ്രകാശത്തിൽ പതിച്ച ആ നിമിഷത്തിൽ ആ പ്രകാശം ചിതറിത്തെറിക്കാൻ തുടങ്ങി. ശരിക്കും ആയിരക്കണക്കിന് പടക്കങ്ങൾ ഒരുമിച്ച് പൊട്ടുമ്പോൾ എല്ലാ ഭാഗത്തേക്കും തീ ചിതർന്ന പോലെ ആ അടിയേറ്റതും ആ നീലയും വെളുപ്പും കലർന്ന പ്രകാശം ചെറു ചെറു പ്രകാശങ്ങളായി ചിതറിത്തെറിക്കുകയാണ്. അത് എല്ലാ ഭാഗത്തേക്കും അങ്ങനെ ചിതറി. ആ ചിതർന്ന പ്രകാശം അങ്ങ് ദൂരെ ഹാൻസ് മില്ലറും അതുപോലെ സീമബായിയും നിൽക്കുന്ന ഭാഗത്തേക്ക് വരെ ചിതറുകയാണ്. തനിക്ക് നേരെ അതിശക്തമായി പാഞ്ഞു വരുന്ന പ്രകാശത്തെ ആ നിമിഷത്തില സീമബായി കണ്ടത്. സീമബായി പെട്ടെന്ന് അയാളുടെ ഡൊമൈൻ പവർ ആക്ടിവേറ്റ് ചെയ്തു. ആ ഡൊമൈൻ പവറിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആ പ്രകാശത്തിൽ ഒരു കഷ്ണം സീമബായിയുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി. ആ നിമിഷത്തിൽ സീമബായിയുടെ നെഞ്ചിൽ ഒരു വലിയ തുളയാണ് വീണത്. സീമബായി അയാൾ ഒളിച്ചു നിന്ന മലയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഒത്തിരി ദൂരേക്ക് തെറിച്ചു. ഹാൻസ് മില്ലർ ഈ സമയത്ത് തല മണ്ണിൽ ചേർത്ത് പിടിച്ച് തലയിൽ അങ്ങനെ കമഴ്ന്ന് കിടക്കുകയാണ്. ഹാൻസ് മില്ലർ തൊട്ടില്ല എന്ന കണക്കിലാണ് ആ പ്രകാശം കടന്നുപോയത്. പ്രകാശം എല്ലാ ഭാഗത്തേക്കും ചിതറുകയാണ്. അതേ സമയത്ത് മാർക്ക് ഫെല്ലർ നേരെയും ആ പ്രകാശരശ്മികൾ പാഞ്ഞു വരുന്നുണ്ട്. മാർക്ക് ഫെല്ലർ 5th ലെവൽ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ മാർക്കിന്റെ കയ്യിൽ ആ ഇരുമ്പ് വടിയുണ്ട്. തനിക്ക് നേരെ പാഞ്ഞു വരുന്ന പ്രകാശത്തെ മാർക്ക് ശരിക്കും ആ ഇരുമ്പ് വടി കൊണ്ട് കറക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറു പ്രകാശങ്ങളായതുകൊണ്ട് മാർക്കിന് അതിനെ തടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ തറയിൽ വീണ് കമഴ്ന്നു കിടക്കുന്ന ഹാൻസ് മില്ലറുടെ മുകളിലൂടെ ആ പ്രകാശരശ്മിയിൽ കടന്നു പോവുകയാണ്. സീമബായി ആണെങ്കിൽ ഒരുപാട് ദൂരേക്ക് തെറിച്ചു. അല്പം സമയം കഴിഞ്ഞതും സകലതും അങ്ങ് അവസാനിച്ചു. ദൂരേക്ക് തെറിച്ചു വീണ സീമബായിയുടെ ദേഹം മുഴുവൻ മുറിഞ്ഞ് വിണ്ട് കീറിയിട്ടുണ്ട്. എല്ലാ ശബ്ദ ഘോഷങ്ങളും നിന്നപ്പോൾ അയാൾ വീണ് കിടക്കുന്ന ഭാഗത്ത് നിന്ന് എണീറ്റു. ഈ സമയത്ത് ഇവിടെ മാർക്ക് ഫെല്ലർ
തനിക്ക് മുമ്പിൽ വന്നു വീണ ആ പേപ്പർ കയ്യിലെടുത്തു. ആ പിക്ചർ മാർക്ക് വളരെ അമ്പരപ്പോടെ ആ പിക്ചറിലേക്ക് നോക്കി പോവുകയാണ്. അതിനകത്ത് ഒരു പ്രത്യേകതയും മാർക്കിന് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ആ പിക്ചറിൽ നിന്ന് പുറത്തു വന്ന കൈയാണ് മാർക്കിനെ ഇപ്പൊ രക്ഷിച്ചത്. മാർക്ക് വല്ലാത്ത സ്നേഹത്തോടെ ആ ചിത്രം വീണ്ടും നിലവറയിലേക്ക് മാറ്റി. മാർക്കിന്റെ കയ്യിൽ ഇപ്പോ ആ വടി മാത്രമാണ് ഉള്ളത്. 9 ട്രിബുലേഷനുകളിൽ 8 ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോ അങ്ങ് ദൂരെ സീമബായി എണീറ്റ് നിൽക്കുകയാണ്. അയാളുടെ നെഞ്ചിന് തൊട്ട് താഴെയായി ഒരു വലിയ ഹോള് രൂപം കൊണ്ടിട്ടുണ്ട്. ആ ട്രിബുലേഷന്റെ ഭാഗമായി ഉണ്ടായ ആ പ്രകാശം അയാളുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറിയതാണ്. അയാൾക്കറിയാം ആകാശത്ത് കണ്ട പ്രകാശത്തിന്റെ ലക്ഷ്യത്തിൽ ഒരു അംശം മാത്രമാണ് അയാളുടെ പുറത്ത് വീണതെന്ന്. അപ്പോ മാർക്കിന്റെ പുറത്തേക്ക് നേരത്തെ വീണ പ്രകാശത്തിന്റെ ശക്തി അയാൾക്ക് സങ്കല്പിക്കാനാവുന്നില്ല. ഈ മാർക്കിനെ ഇനിയും വെച്ചുകൊണ്ടിരുന്ന കാര്യമില്ല. അങ്ങനെ തോന്നിയതും അയാളുടെ ബോഡി സ്വയം ഹീൽ തുടങ്ങി. അയാളൊരു മൈറ്റി ലെവൽ യോദ്ധാവാണ്. മൈറ്റി ലെവൽ യോദ്ധാവായ അയാൾക്ക് സ്വയം ഹീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അയാൾ സ്വയം ഹീൽ ചെയ്യുമ്പോൾ മാർക്ക് ഫെല്ലർ മാർക്കിന്റെ മാന്ത്രിക നിലവറയിൽ നിന്ന് അനവധി ഗുളികളെടുത്ത് പതുക്കെ കഴിച്ചു തുടങ്ങി. മാർക്ക് വീണ്ടും ശക്തി വീണ്ടെടുക്കുകയാണ്. ഇനി 9 ട്രിബുലേഷനാണ് ബാലൻസ് ഉള്ളത്. 8 ഈ ശൈലിയിലാണെങ്കിൽ 9 ഇതിനും അപ്പുറത്ത് എന്തെങ്കിലും ആയിരിക്കും. അക്കാര്യം മാർക്കിന് അറിയാം. മാർക്കിന്റെ നഷ്ടപ്പെട്ടു പോയ ശക്തി മുഴുവൻ വീണ്ടെടുക്കാൻ വേണ്ടിയാണ് മാർക്ക് കരുതി വെച്ചിരുന്ന ആ ഗുളികകൾ മാർക്ക് കഴിച്ചത്. സ്വാഭാവികമായിട്ടും മാർക്കിന്റെ ബോഡിക്ക് ഒരു ശക്തി കൂടിയിട്ടുണ്ട്. ഈ സമയത്ത് ഹാൻസ് മില്ലറും അവിടുന്ന് എണീറ്റ് കഴിഞ്ഞു. അവൻ വല്ലാത്ത സന്തോഷത്തോടുകൂടി മാർക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് നോക്കി. അവന് സങ്കല്പിക്കാനാവാത്ത ചിന്തിക്കാനാവാത്ത ചില കാഴ്ചകളാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് അവൻ കണ്ടത്. ആ ട്രിബുലേഷനെ മാർക്കിന് അതിജീവിക്കാൻ കഴിയില്ല എന്നൊരു സംശയം പെട്ടെന്ന് അവന് തോന്നിയിരുന്നു. മാർക്ക് അതെല്ലാം അതിജീവിച്ചു. ഇനി ഒരേ ഒരു ട്രിബുലേഷനേ ഉള്ളൂ. അവൻ മനസ്സിൽ മാർക്കിനോട് പറയുകയാണ്, മാർക്ക് ഇനി ഒന്നുകൂടിയേ ഉള്ളൂ, നീ പിടിച്ചു നിൽക്കണേ. ഈ സമയത്ത് സീമബായി ഹാൻസ് മില്ലർക്ക് നേരെ നടന്നു വരികയാണ്. ഹാൻസ് മില്ലർക്ക് നേരെ നടന്നു വരുന്ന സീമബായിയെ മാർക്ക് ഫെല്ലറും കാണുന്നുണ്ട്. മാർക്ക് പതുക്കെ മനസ്സിൽ പറയുകയാണ്, ഹാൻസ് നീ അല്പനേരം കൂടി പിടിച്ചു നിൽക്ക്, എന്റെ സകല പ്രതീക്ഷയും നിന്നിലാണ്. ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് മാർക്ക് ഫെല്ലർ എത്തിയിരിക്കുകയാണ്. ആ ഫൈനൽ ട്രിബുലേഷൻ സമയത്ത് സീമബായിയെ പിടിച്ചു നിർത്താൻ ഹാൻസ് മില്ലർക്ക് പറ്റിയാൽ പിന്നെ ഒന്നും നോക്കണ്ട, ബാക്കി എന്ത് വേണമെന്ന് മാർക്ക് ഫെല്ലർക്ക് അറിയാം. മാർക്ക് അങ്ങനെ ആലോചിക്കുമ്പോൾ ആകാശത്ത് മേഘങ്ങൾ അങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അവയും എന്തോ ആലോചിക്കുകയാണ്. അടുത്ത സ്റ്റേജ് എങ്ങനെ വേണമെന്നാണ് ആ മേഘങ്ങൾ ആലോചിക്കുന്നതെന്ന് ഒരു തോന്നൽ മാർക്കിനുണ്ടായി. ആ മേഘങ്ങൾക്കും ഒരു വല്ലാത്ത സെൻസ് ഉണ്ട്. പെട്ടെന്നാണ് മാർക്ക് അതിനെക്കുറിച്ച് ആലോചിച്ചത്. അടുത്ത ആക്ഷൻ ലക്ഷ്യമിടുന്നത് മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ ആകുമോ? ഇതുവരെ വന്ന ആ 8 ഹെവൻലി ട്രിബുലേഷനും ലക്ഷ്യമിട്ടത് മാർക്കിന്റെ ഫിസിക്കൽ ബോഡിയാണ്. 9 ഡിവൈൻ സെൻസിനെ ആകുമോ? ആ ചോദ്യം മാർക്കിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ മാർക്ക് ശരിക്കും ഒന്ന് വിറച്ചു. മാർക്കിന്റെ ഡിവൈൻ സെൻസ് ഈ ബോഡി പോലെ അത്ര ശക്തമൊന്നുമല്ല. ആ ഡിവൈൻ സെൻസിന് ചുറ്റുമായി ഒരു പ്രൊട്ടക്ഷൻ മാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ആ പ്രൊട്ടക്ഷൻ ബോഡിക്കുള്ള പ്രൊട്ടക്ഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമേ അല്ല. ഹെവൻലി ട്രിബുലേഷന്റെ പവർ മാർക്ക് കണ്ടതാണ്. മാർക്കിന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ മാർക്കിന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള ആയുധങ്ങൾ മാർക്കിന് സഹായകരമാണെങ്കിലും ആ ഹെവൻലി ട്രിബുലേഷൻ മാർക്കിന്റെ ഡിവൈൻ സെൻസിനാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ അതിനെ തടുക്കും? മാർക്കിന്റെ മനസ്സിൽ പലരും ചിന്തകൾ വരികയാണ്. പെട്ടെന്നാണ് ആകാശത്ത് അതിശക്തമായ ഒരു മേഘം പതുക്കെ താഴേക്ക് പ്രകാശം വർഷിച്ചു തുടങ്ങുന്നത്. ആ പ്രകാശത്തിന് നേരത്തുള്ള പ്രകാശത്തിൽ നിന്ന് ലേശം മാറ്റമുണ്ട്. നേരത്തെ നമ്മൾ കണ്ട പ്രകാശം മുഴുവൻ നീലയും വെളുപ്പും കലർന്ന ഒരു പ്രകാശമായിരുന്നെങ്കിൽ ഇപ്പോ വരുന്ന പ്രകാശത്തിന് ഒരു ചുവപ്പ് നിറമാണുള്ളത്. ചുവന്ന നിറത്തിലുള്ള ആ പ്രകാശം പെട്ടെന്നാണ് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ മാർക്കിന് നേരെ പാഞ്ഞു വരികയും മാർക്കിനെ ആ പ്രകാശത്തിൽ കുളിപ്പിക്കുകയും ചെയ്തത്. എന്താണ് സംഭവിച്ചതെന്ന് മാർക്കിന് പോലും ഒരു പിടിയില്ല. മാർക്ക് പൂർണ്ണമായും ആ ചുവന്ന പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ആ പ്രകാശം മാർക്കിന്റെ ബോഡിയിൽ വീണപ്പോൾ മാർക്കിന് ഒരു പ്രത്യേക തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടായത്. നമ്മുടെ തണുത്തുറഞ്ഞ ബോഡിയിലേക്ക് സൂര്യപ്രകാശം അടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഒരു ചൂടുണ്ട്. ബോഡിയിലേക്ക് ആ ചൂടിങ്ങനെ ഇരച്ചു കയറുമ്പോൾ അത് ഒരു വല്ലാത്ത അനുഭവമാണ്. മാർക്കിന് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ആ ശൈലിയിലുള്ള ഒരു ഫീലാണ്. തണുത്തുറഞ്ഞ ബോഡിയെ സാവധാനം ഈ പ്രകാശം ചൂടാക്കുകയാണെന്നുള്ള ഒരു ഫീലാണ് മാർക്കിന് അനുഭവപ്പെടുന്നത്. ഒരു സുഖം.
ആ സുഖം ഇങ്ങനെ മാർക്കിന്റെ ബോഡിയിൽ ഇങ്ങനെ നിറഞ്ഞു വരുമ്പോൾ മാർക്ക് പോലും അറിയാതെ മാർക്കിന്റെ കണ്ണ് സാവധാനം അടഞ്ഞു തുടങ്ങി. ശരിക്കും ബോഡിയുടെ സകല ഊർജവും കളഞ്ഞ് കുളിക്കുന്ന ശൈലിയിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ബോഡിക്ക് ക്ഷീണമുണ്ട്. ആ ക്ഷീണം കൊണ്ടാകാം മാർക്കിന്റെ കണ്ണൊന്ന് അടഞ്ഞതും മാർക്ക് പെട്ടെന്ന് കണ്ണ് വെട്ടി തുറന്നു. മാർക്ക് അറിയാതെ ചുറ്റും നോക്കി. തന്നെ ബോധപൂർവം മയക്കുന്നതാണോ? അങ്ങനെ മാർക്ക് ഫെല്ലർക്ക് തോന്നിയ ആ നിമിഷത്തിൽ മാർക്ക് അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒരു സൗണ്ട് കേൾക്കാണ്. മാർക്ക്! ശബ്ദം കേട്ട് മാർക്ക് നോക്കുമ്പോൾ മാർക്ക് കാണുന്നത് സാക്ഷാൽ ചാങ് മാങ്ങിനെയാണ്. ചാങ് മാങ്ങിന് ചുറ്റും ഒരു ചുവന്ന പ്രകാശമുണ്ട്. ശക്തമായ സ്റ്റെപ്പുകളോടെ ചാങ് മാങ് ഓടി വരികയാണ്. ചാങ് മാങ്ങിനെ കണ്ടതും സന്തോഷം കൊണ്ട് മതിമറന്നു പോയ മാർക്ക് ഓടിച്ചെന്ന് ചാങ് മാങ്ങിനെ കെട്ടിപ്പിടിച്ചു. ഹേയ് ചാങ് മാങ് എന്ന് മാർക്ക് വിളിക്കുമ്പോഴേക്കും ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് കണ്ടിട്ട് എത്ര നാളായി, മാർക്ക് നീ എവിടെയായിരുന്നു? മാർക്ക് ചാങ്ങിനോട് ചോദിക്കുന്നു, ചാങ് നീ എവിടെയായിരുന്നു? മാർക്ക് ഞാൻ ഒരുപാട് നിന്നെ തിരക്കി, ഇപ്പോഴാണ് നിന്നെ കുറിച്ചുള്ള വിവരം കിട്ടിയത്, കേട്ടത് ഞാൻ ഇങ്ങോട്ട് ഓടി വരികയായിരുന്നു. മാർക്ക് നീ പേടിക്കണ്ട, ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനൊക്കെ നമുക്ക് കണ്ടുപിടിച്ചെന്ന് ഇടിച്ച് തകർക്കാം, അവന്മാരൊന്നും ഒന്നുമല്ല. അങ്ങനെ ചാങ് മാങ് ആവേശത്തോട് പറഞ്ഞിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് അതൊക്കെ വിടാം, നമുക്ക് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ പറഞ്ഞ ചാങ് മാങ് കൈയൊന്ന് അനക്കിയതും അവിടെ ഒരു മേശ പ്രത്യക്ഷപ്പെട്ടു. മേശ മാത്രമല്ല, മേശപ്പുറത്ത് ഒരുപാട് വിഭവങ്ങളുണ്ട്. വൈനും ആഹാര സാധനങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ആ മേശയ്ക്ക് ചുറ്റുമായി കസേരകൾ ഉൾപ്പെടെ എല്ലാം റെഡിയായിരിക്കുകയാണ്. ശരിക്കും ഒരു മാന്ത്രികന്റെ വിക്ഷേപത്തോടു കൂടി ചാങ് മാങ് അതെല്ലാം സൃഷ്ടിക്കുകയാണെന്ന് പറയാം. അത് കണ്ട മാർക്ക് സന്തോഷത്തോടെ അതിലേക്ക് നോക്കുമ്പോൾ ചാങ് മാങ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് നമുക്ക് വൈൻ കുടിക്കാം, വാ വൈൻ കുടിക്കാം. അത് കേട്ടതും മാർക്ക് ചാങ്ങിനോട് പറഞ്ഞു, ചാങ് അതല്ല, എനിക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മാർക്ക് അതൊക്കെ പിന്നെ ചെയ്യാന്ന്. അങ്ങനെ ചാങ് മാങ് പറയുമ്പോൾ ആകാശത്ത് ഒരു മുഴക്കം. മാർക്കും ചാങ്ങും ആകാശത്ത് നോക്കുമ്പോൾ ഒരു കൂറ്റൻ സ്പേസ് ഷിപ്പ് ആകാശത്തൂടെ അങ്ങനെ പാഞ്ഞു വരികയാണ്. അതിമനോഹരമായ ഒരു സ്പേസ് ഷിപ്പ്. മാർക്ക് ആ സ്പേസ് ഷിപ്പിലേക്ക് നോക്കുമ്പോൾ ആ സ്പേസ് ഷിപ്പിന്റെ മുൻപിലായി മുഖം പകുതി മറച്ച ഒരു സുന്ദരി നിൽക്കുന്നതാണ് മാർക്ക് കണ്ടത്. മുഖം മറച്ചുകൊണ്ട് ഒരു തട്ടം പോലൊരു സംവിധാനം ആ സുന്ദരിയുടെ മുൻപിലുണ്ട്. പക്ഷേ ആ അവസ്ഥയിലും മാർക്ക് ആ ആളെ തിരിച്ചറിഞ്ഞു. മാർക്ക് ഉറക്കെ വിളിച്ചു, എമിലി! എത്രയോ കാലങ്ങൾക്ക് ശേഷം ഇതാ മാർക്ക് ഫെല്ലർ എമിലി ബ്ലാക്കിനെ കാണുകയാണ്. എമിലി ബ്ലാക്ക് എന്ന മാർക്ക് അലറി വിളിക്കുമ്പോൾ ആ സ്പേസ് ഷിപ്പ് സാവധാനം ആ താഴ്വരയിൽ താഴ്ന്നിറങ്ങി. സ്പേസ് ഷിപ്പിനകത്തുനിന്ന് അനവധി ആളുകൾ ചാടി പുറത്തിറങ്ങിയാണ്. എല്ലാവരും പടച്ചട്ടകൾ അണിഞ്ഞിട്ടുണ്ട്. അവരെ കാണുമ്പോൾ തന്നെ അറിയാം അവരൊരു വലിയ സംഭവമാണ്. ആ പടച്ചട്ട അണിഞ്ഞിരിക്കുന്ന ആ ആളുകൾക്കിടയിലൂടെ സാക്ഷാൽ എമിലി ബ്ലാക്ക് മാർക്ക് ഫെല്ലർക്ക് നേരെ നടന്നു വരികയാണ്. സുന്ദരിയായ എമിലി ബ്ലാക്കിനെ കണ്ടതും മാർക്ക് ഫെല്ലർ എമിലി എന്ന് വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടുകയാണ്. ആ കാഴ്ച കണ്ട എമിലി ബ്ലാക്കും മുന്നോട്ട് അതിവേഗം വരികയാണ്. അതിവേഗം വരുന്നതിനിടയിൽ എമിലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക് ഇനി ഭയക്കണ്ട, ഹെവൻലി ക്ലൗഡ് സെക്ഷനെ ബ്ലാക്ക് കുടുംബം അവസാനിപ്പിച്ചു കഴിഞ്ഞു. മാർക്ക് നമ്മൾ ഇപ്പൊ തന്നെ ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോവുകയാണ്. മാർക്ക് നിനക്ക് വേണ്ടി അവിടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയിട്ടുണ്ട്. മാർക്ക് നീ കയോട്ടിക് ബോഡിക്കാരനല്ലേ, നിനക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും അവിടെ ബ്ലാക്ക് കുടുംബത്തിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, വാ നമുക്ക് പോകാം. അങ്ങനെ എമിലി ബ്ലാക്ക് പറഞ്ഞതും മാർക്ക് എമിലിയോട് പറഞ്ഞു, എമിലി എന്നൊന്ന് കെട്ടിപ്പിടിക്കോ. മാർക്കിനടുത്തേക്ക് നടന്നു വന്ന എമിലി പെട്ടെന്ന് മാർക്കിന്റെ ഷോൾഡറിൽ കൈവച്ചു. ഷോൾഡറിൽ എമിലി കൈവച്ചതും മാർക്ക് എമിലിയെ ചേർത്തങ്ങ് പിടിച്ചു. എമിലിയെ ചേർത്ത് പിടിച്ച മാർക്ക് വലത് കൈ ചുരുട്ടി എമിലിയുടെ വയറ്റിൽ ആഞ്ഞൊരു അച്ഛയായി ഇടി. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ മാർക്ക് ഫെല്ലറുടെ കൈ എമിലിയുടെ വയറ്റിലൂടെ അങ്ങനെ കയറിയതും ആ വയറിനകത്തുകൂടി മാർക്കിന്റെ കൈ പുറത്തു വന്നു. കൈ പുറത്തു വന്ന് മാർക്ക് കൈങ്ങ് വലിച്ചു. ആ നിമിഷത്തിൽ ഒരു ശബ്ദത്തോടെ എമിലി ബ്ലാക്ക് താഴേക്ക് വീണു. ആ കാഴ്ച കണ്ട് ചാങ് മാങ് ശരിക്കും നടുങ്ങി പോവുകയാണ്. ചാങ് മാർക്കിനോട് ചോദിച്ചു, മാർക്ക് നീ എന്തായി ചെയ്തത്? അതേ അമ്പരപ്പ് താഴെ വീണ് കിടക്കുന്ന എമിലി ബ്ലാക്കിന്റെ മുഖത്തുമുണ്ട്. മാർക്ക് അവരോടായി പറഞ്ഞു, നിങ്ങൾ എന്താ എന്നെ കബളിപ്പിക്കാമെന്ന് കരുതിയോ? നിങ്ങൾ വരുന്നവരെ ഇവിടെ അന്തരീക്ഷത്തിൽ മേഘങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോ മേഘങ്ങളില്ല. നിങ്ങൾ വരുന്നവരെ സീമബായിയും ഹാൻസ് മില്ലും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോ ഞാൻ കാണുമ്പോ സീമബായി രക്തത്തിൽ കുളിച്ച് താഴെ കിടക്കുകയാണ്. ഇതൊക്കെ അസംഭവ്യമാണ്. എന്റെ മുന്നിൽ കാണുന്ന ഈ കാഴ്ചകളും സംഭവ്യമല്ല. മാർക്ക് അത് പറഞ്ഞതും സാക്ഷാൽ ചാങ് മാങ്ങിന്റെ ബോഡി ഒന്ന് അനങ്ങി. പെട്ടെന്നാണ് ബോഡി ചെറു തരികളായി അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ചു മാറുന്നത്. ഇതേ സമയത്ത് താഴെ വീണ് കിടന്ന എമിലി ബ്ലാക്കിന്റെ ബോഡിയും അപ്രത്യക്ഷമായി. ആ ബോഡി മാത്രമല്ല, അവിടെ കണ്ട ആ സ്പേസ് ഷിപ്പും ചാങ് മാങ് സൃഷ്ടിച്ച
ആ മേശയും അതിലുള്ള ഭക്ഷണവിഭവങ്ങൾ ഉൾപ്പെടെ സകലതും അപ്രത്യക്ഷമായി. അതേ നിമിഷം തന്നെ മാർക്കിന് ചുറ്റുമുള്ള ആ ചുവപ്പ് നിറത്തിലുള്ള പ്രകാശവും അപ്രത്യക്ഷമായി. ഈ നിമിഷത്തിൽ ആകാശത്ത് മാർക്ക് വീണ്ടും ആ മേഘങ്ങളെ കണ്ടു. മാർക്ക് വലത്തേക്ക് തിരിയുമ്പോൾ അവിടെ സീമബായിയും ഹാൻസ് മില്ലറും വീണ്ടും ഫൈറ്റ് ചെയ്യുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ട് അതിശക്തമായ ഒരു അറ്റാക്കാണ് ശരിക്കും അവിടെ നടന്നിരിക്കുന്നത്. മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സീമബായി ആ ഡൊമൈൻ പവറിന്റെ അതിശക്തമായ തരംഗങ്ങൾ വഴി സാക്ഷാൽ ഹാൻസ് മില്ലറെ തറ പറ്റിച്ചിരിക്കുകയാണ്. മാർക്ക് ഫെല്ലറുടെ മനസ്സിൽ ആ മാന്ത്രിക രംഗങ്ങൾ അരങ്ങേറുന്ന സമയത്ത് സീമബായിയും ഹാൻസ് മില്ലറും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയായിരുന്നു. ആ ഫൈറ്റിൽ ഡൊമൈൻ പവറിന്റെ അമ്പരപ്പിക്കുന്ന പവർ ഉപയോഗിച്ചുകൊണ്ട് ഹാൻസ് മില്ലറെ സീമബായി ഇടിച്ച് താഴെയിട്ടു. തന്റെ ഡിവൈൻ പവറിൽ ഹാൻസ് മില്ലറെ ദൂരേക്ക് തെറിപ്പിച്ച സീമബായി ഹാൻസിന് നേരെ നടന്നു വരികയാണ്. ഹാൻസിന്റെ കയ്യിൽ ആ സിൽവർ സോഡ് ഉണ്ട്. ആ സിൽവർ സോഡുമായി ഹാൻസ് അങ്ങനെ നിൽക്കുമ്പോൾ ഹാൻസിന്റെ തൊട്ടടുത്ത് സീമബായി എത്തി. ഹാൻസിന് അനങ്ങാൻ പറ്റുന്നില്ല. ഹാൻസിന്റെ ഫിസിക്കൽ ബോഡിയും ഡിവൈൻ സെൻസിനെയും അയാൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ഹാൻസിന് അവിടുന്ന് ഓടിപ്പോകണമെന്നുണ്ട്, പക്ഷെ ഓടാൻ പറ്റുന്നില്ല. ഹാൻസ് തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് ബോഡിയെ നിയന്ത്രിക്കാൻ, പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല. അതിന് ഹാൻസ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സീമബായി നടന്ന് ഹാൻസിന്റെ തൊട്ടു മുന്നിലെത്തിയത്. സീമബായി ഹാൻസിന്റെ തൊട്ടു മുന്നിലെത്തിയതും ഹാൻസ് അവന്റെ ആ സ്ട്രെങ്ത് തിരിച്ചു പിടിച്ചതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ കയ്യിൽ നിന്ന് സിൽവർ സോഡ് ഹാൻസ് സീമബായിയുടെ വയറ്റിലേക്ക് ആഞ്ഞങ്ങ് കയറ്റി. ഒരൊറ്റ കുത്ത് ആ സോഡ് ആ വയറിലൂടെ അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ ചോര ഇങ്ങനെ ചെറിക്കുകയാണ്. തന്നെ ശരിക്കും ബുദ്ധിമുട്ടിച്ച സീമബായിയുടെ വയറ്റിലേക്ക് കുത്തിയ ആ വാള് വലിച്ചൂരിയ ഹാൻസ് വീണ്ടും ആഞ്ഞു കുത്തിയാണ്. രണ്ടാമത് കുത്തി, മൂന്നാമത് കുത്തി, നാലാമത്തെ കുത്ത് അയാൾ കുത്തുമ്പോൾ അയാൾക്ക് ഒരു സംശയം. പെട്ടെന്നാണ് അയാൾ ആ പൊട്ടിച്ചിരി കേട്ടത്. കുറച്ച് ദൂരെ നിന്ന് സീമബായി ചിരിക്കുന്ന ശബ്ദമാണ് അയാൾ കേട്ടത്. ശബ്ദം കേട്ട് അയാൾ ദൂരേക്ക് നോക്കുമ്പോൾ അയാളുടെ മുന്നിലുണ്ടായിരുന്ന ആ സീമബായി പെട്ടെന്ന് അപ്രത്യക്ഷമായി. അത് തികച്ചും അയഥാർത്ഥമായ ഒരു രൂപമായി. സീമബായി ചിരിച്ചുകൊണ്ട് ഹാൻസ് മില്ലറോട് പറഞ്ഞു, ഹാൻസ്, നീ എന്താ എന്നെ കുറിച്ച് കരുതിയത്? നിന്റെ മുന്നിൽ അങ്ങനെ വന്ന് ഞാൻ നിന്നു തരുമെന്ന് നീ കരുതിയോ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹാൻസ് മില്ലറുടെ അടുത്തേക്ക് വീണ്ടും സീമബായി നടന്നു തുടങ്ങിയാണ്. ഇപ്രാവശ്യം സീമബായിയുടെ പവർ കുറെ കൂടിയൊക്കെ വർദ്ധിച്ചു. സീമബായിക്ക് ചുറ്റുമുള്ള ആ വലയങ്ങളുടെ എണ്ണവും വൻതോതിൽ വർദ്ധിക്കുകയാണ്. ശക്തമായ ഒരു അറ്റാക്കിൽ സീമബായി ഇപ്രാവശ്യം ഹാൻസ് മില്ലറെ ദൂരെ തെറിപ്പിച്ചു. ഹാൻസ് മില്ലറുടെ ബോഡിയിൽ പല ഭാഗത്തും അതിശക്തമായ ആ പവർ മുറിവുണ്ടാക്കി. ശരിക്കും എണീക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹാൻസ് മില്ലർ എത്തി. ഹാൻസിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ആ സിൽവർ സോഡ് ഇതിനിടയിൽ സീമബായി കുനിഞ്ഞെടുത്തു. സീമബായി ആ വാളെടുത്തതും ഹാൻസ് മില്ലർ സീമബായിയോട് പറഞ്ഞു, സീമബായി, ഇപ്പോഴാ എനിക്ക് എന്റെ തെറ്റ് മനസ്സിലായത്. തെറ്റ് മനസ്സിലായിരുന്നു. എന്ത് തെറ്റ്? സീമബായി, ഞാൻ കരുതിയത് ഈ സിൽവർ സോഡ് ഉപയോഗിച്ച് എനിക്ക് താങ്കൾക്കൊപ്പം കുറച്ചു നേരം പിടിച്ചിരിക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനും എന്റെ ആയുധവും തികച്ചും ദുർബലമാണ്. സീമബായി, അങ്ങ് ഞങ്ങളെക്കാൾ വളരെ വളരെ മുകളിലാണ്. എനിക്ക് ഇപ്പോഴാ അങ്ങയോടൊപ്പം ചേരാൻ ഒരു ആഗ്രഹം തോന്നുന്നത്. അത് കേട്ടപ്പോൾ സീമബായി ഒന്ന് ചിരിച്ചു. നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട് ആ വാളുമായി ഹാൻസിന്റെ അടുത്ത് വന്ന സീമബായി ഹാൻസിനെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് ആ വാള് ഒന്ന് ചലിപ്പിച്ചു. ഹാൻസിന്റെ വയറ്റിലേക്ക് ആ വാള് കണ്ണഞ്ചിക്കുന്ന വേഗതയിലാണ് സീമബായി ഇടിച്ചു കയറ്റിയത്. ഒരൊറ്റ കുത്ത് സീമബായിയുടെ കയ്യിലിരിക്കുന്ന ആ സിൽവർ സോഡ് ഹാൻസിന്റെ വയറിലൂടെ കയറി ഇറങ്ങിയതും സീമബായി ആ വാളിങ് വലിച്ചെടുത്തു. ഹേയ് ഹാൻസ്, നീ എന്താ ധരിച്ചത്? എനിക്ക് നിന്റെ ഐഡിയ മനസ്സിലാകില്ലെന്നാണ്. നീ ആ മാർക്ക് ഫെല്ലർക്ക് വേണ്ടി മാക്സിമം സമയം ഉണ്ടാക്കുന്നതല്ലേ? മാർക്കിന് 9th ട്രിബുലേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കാനായി മനഃപൂർവ്വം ഒരു കളവ് ഹാൻസ് പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ സീമബായിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. സീമബായി അങ്ങനെ പറഞ്ഞതിന് ശേഷം ഒന്ന് കൈ അനക്കിയതും ഹാൻസ് മില്ലർ ശരിക്കും പുറകോട്ട് തെറിച്ചു. ശരിക്കും അയാൾ ആകാശത്ത് കൈ അനക്കിയതേ ഉള്ളൂ. ഒരു കാറ്റ് സീമബായിയുടെ കയ്യിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഹാൻസിന്റെ മുഖത്തിടിക്കുകയും ആ ഇടിയോടുകൂടി ഹാൻസ് തറയിലൂടെ നിരങ്ങി ഒത്തിരി പുറകോട്ട് പോവുകയായിരുന്നു. ഹാൻസിനെ ഒന്ന് നോക്കിയിട്ട് സീമബായി ഹാൻസിനോട് പറഞ്ഞു, എന്റെ ടാർഗറ്റ് നീയല്ല, മാർക്കാണ്. അങ്ങനെ പറഞ്ഞ സീമബായി സാവധാനം മാർക്ക് ഫെല്ലർക്ക് നേരെ നടക്കുകയാണ്. അയാൾ ഒരു 2 സ്റ്റെപ്പ് വെച്ചുകയാണ്. പക്ഷെ പെട്ടെന്ന് അയാള് അവിടെ നിന്നുപോയി. കാല് ഇളക്കാൻ പറ്റുന്നില്ല. കൈ എടുക്കാൻ നോക്കിയപ്പോൾ കൈ എടുക്കാൻ പറ്റില്ല. അയാളെ കൈയും കാലും എന്തോ ഉപയോഗിച്ച് കെട്ടിയിരിക്കുകയാണ്. അമ്പരപ്പോടെ സീമബായി ആ കൈയിലേക്കും കാലിലേക്കും തലതിരിച്ച് പുറകിലേക്ക് നോക്കുമ്പോൾ ഒരു ചങ്ങല സാക്ഷാൽ ഹാൻസിന്റെ കയ്യിലുണ്ട്. ആ ചങ്ങലയുടെ മറെന്റ് ഇപ്പോ
സീമബൈയുടെ ബോഡിയിലാണ്. ബോഡിയെ ആ ചങ്ങല വലിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ഹാൻസ് മില്ലർ അവന്റെ പിതാവ് അവനെ ഹാൻഡ് ഓവർ ചെയ്ത ആ മാന്ത്രിക ചങ്ങല അവസാന ശ്രമം എന്ന നിലയിൽ എടുത്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. ആ മാന്ത്രിക ചങ്ങല സീമബൈയെ വലിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അതിന്റെ എൻഡ് സാക്ഷാൽ ഹാൻസിന്റെ കയ്യിലുമാണ്. കയ്യോ കാലോ ചലിപ്പിക്കാനാവാത്ത ശൈലിയിൽ സീമബൈ അങ്ങനെ നിൽക്കുകയാണ്. സീമബൈ ഒന്ന് അലറി, ഹാൻസ്, നിന്നെ ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കൂടാ. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈയും കാലും ഒക്കെ അനക്കാൻ ശ്രമിക്കുകയാണ്. അയാളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയാണ് ആ ചങ്ങലയിൽ പൊട്ടിക്കാൻ. ഈ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച കാണുകയാണ്. മാർക്കിന്റെ തൊട്ടു മുന്നിലായി ആകാശത്ത് നിന്ന് ഒരു പ്രകാശം വന്ന് പതിച്ചതും മാർക്ക് ആ പ്രകാശത്തിലേക്ക് നോക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആ പ്രകാശത്തിനകത്തുകൂടി ഒരു മനുഷ്യൻ നടന്നു വരുന്ന കാഴ്ചയാണ് മാർക്ക് കണ്ടത്. നല്ല പൊക്കമുള്ള ഒത്ത ശരീരമുള്ള ആ മനുഷ്യനെ കണ്ട മാർക്ക് ഫെല്ലറുടെ കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വരികയാണ്. അത് സാക്ഷാൽ ഗാർഡിയനാണ്, മാർക്കിന്റെ പിതാവ്. ഭൂമിയിലേക്ക് മറ്റ് ആകാശ ഗോളങ്ങളിൽ നിന്നുള്ള ആളുകളും ജീവജാലങ്ങളും വരുന്ന പാത്തുകൾ നിയന്ത്രിക്കുന്ന ഗാർഡിയൻ ഓഫ് പാത്ത് സാക്ഷാൽ ഫെല്ലർ ഇതാ മാർക്ക് ഫെല്ലർക്ക് നേരെ നടന്നു വരികയാണ്. പക്ഷെ നടന്നു വരുന്ന ഫെല്ലറുടെ മുഖത്ത് ഒരു ഭാവവുമില്ല. വളരെ കോൾഡാണ് അയാളുടെ കണ്ണുകൾ. മാർക്കിന് നേരെ നോക്കിക്കൊണ്ട് ഫെല്ലർ അങ്ങനെ നടന്നു വരുമ്പോ മാർക്ക് ഉറക്കെ വിളിച്ചു, അച്ഛാ, അച്ഛൻ എന്താ ഇവിടെ? ആ വിളി കേട്ടിട്ടും ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസവും കാണിക്കാതെ മാർക്കിന് നേരെ നടന്നു വന്ന ഫെല്ലർ കൈ നിവർത്തി ഒരൊറ്റ ഇടി. അബ്സല്യൂട്ട് സാക്രിഫൈസ് ആണ് മാർക്കിന് നേരെ പാഞ്ഞു വന്നത്. മാർക്കിന് ആ പഞ്ച് മനസ്സിലായി. കാരണം മാർക്ക് ഉപയോഗിക്കുന്ന അതേ പഞ്ചാണല്ലോ. ആ പഞ്ചിന്റെ പഴുത് എന്താണെന്ന് മാർക്കിനറിയാം. മാർക്ക് പെട്ടെന്ന് ഒന്ന് ഒഴിഞ്ഞു. അബ്സല്യൂട്ട് സേക്രഡ് ഹാൻഡ് ഫിസ്റ്റ് മാർക്ക് പലതവണ ഉപയോഗിച്ചിട്ടുള്ളതാണ്. മാർക്ക് ഒഴിഞ്ഞതും ആ ഗാർഡിയൻ വീണ്ടും മാർക്കിനെ ആഞ്ഞിടിച്ചു. വീണ്ടും മാർക്ക് ഒഴിഞ്ഞു. മാർക്ക് ഒഴിയുമ്പോഴൊക്കെ അദ്ദേഹം വീണ്ടും ഇടിക്കുകയാണ്. മാർക്ക് ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് പിടിയില്ല. മാർക്കിനെ അബ്സല്യൂട്ട് സേക്രഡ് ഹാൻഡ് ഫിസ്റ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്ത ഗാർഡിയൻ പെട്ടെന്നാണ് ഐറ്റം മാറ്റി പിടിച്ചത്. അയാൾ അടുത്ത മാന്ത്രിക സ്പെല്ല് ഉപയോഗിച്ചു. അതും മാർക്ക് ഉപയോഗിക്കുന്ന അതേ മാന്ത്രിക സ്പെൽ. ആ മാന്ത്രിക സ്പെല്ല് മാർക്കിനെതിരെ ഉപയോഗിക്കുമ്പോൾ മാർക്ക് ഒഴിഞ്ഞു മാറുകയാണ്. മാർക്ക് ഒഴിഞ്ഞു മാറിയതും അയാൾ വീണ്ടും മാർക്കിനെ അറ്റാക്ക് ചെയ്തു. മാർക്ക് ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന മാർക്കിനെ ഇപ്പൊ കഥ അറിയാം. ഹെവൻലി ട്രിബുലേഷൻ മാർക്കിനെ പരീക്ഷിക്കുന്നതാണ്. മാർക്കിനെ പരീക്ഷിക്കാൻ എത്തിയ സാക്ഷാൽ ഗാർഡിയൻ മാർക്ക് വിചാരിച്ച അത്രയും ശക്തി ഇല്ലാത്ത ആളാണ്. അതാണ് മാർക്കിനെ അത്ഭുതപ്പെടുത്തിയത്. പെട്ടെന്നാണ് മാർക്കിന് അതിന്റെ ഉത്തരം കിട്ടിയത്. ഹെവൻലി ട്രിബുലേഷനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഗാർഡിയൻ അതേ ലെവലിൽ വന്നിട്ട് മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്നത്. മാർക്ക് ഒരു നേസന്റ് സോളിലുള്ള ആളാണ്. അവിടെ വന്നിരിക്കുന്ന ഗാർഡിയനും നേസന്റ് സോളിലെ ആളാണ്. നേസന്റ് സോൾ സ്റ്റേജിലുള്ള മാർക്കിനെ അതേ ലെവലിൽ നിന്ന് ഗാർഡിയൻ എതിരിടുകയാണ്. അത് മനസ്സിലാക്കി മാർക്കിന്റെ കണ്ണുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്കും ആ ഗാർഡിയൻ എന്നുള്ള ഫൈറ്റ് അങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് സാക്ഷാൽ സീമബൈ അയാളുടെ കഴിവ് മുഴുവൻ ഉപയോഗിക്കുകയാണ്. എങ്ങനെയും ആ ചങ്ങലിൽ നിന്ന് രക്ഷപ്പെടാനായി. ഡാവോ ഗാർഡിയന്റെ ആ പഞ്ചുകളിൽ നിന്നും സ്പെല്ലുകളിൽ നിന്നും മാർക്ക് ഫെല്ലർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരം അങ്ങനെ ഒഴിഞ്ഞു മാറിയപ്പോ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. ഇങ്ങനെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് നിന്നാൽ ഈ വിഷയം അവസാനിക്കില്ല. അങ്ങനെ തോന്നിയതും മാർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്തു തുടങ്ങി. അറ്റാക്ക് ചെയ്യുമ്പോൾ മാർക്കിന്റെ കയ്യിലുള്ള എല്ലാ സ്പെല്ലുകളും മാർക്കിന്റെ പിതാവിൽ നിന്ന് പഠിച്ചതാണല്ലോ. മാർക്ക് അബ്സല്യൂട്ട് സേക്രഡ് ഫിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ മറുഭാഗത്തുനിന്ന് ഇടി വരുന്നതും അതേ സേക്രഡ് ഫിസ്റ്റിലാണ്. എല്ലാ തരത്തിലുള്ള അറ്റാക്കുകളും എല്ലാ സ്പെല്ലുകളും രണ്ടുപേരും ഒരേ ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ ഗാർഡിയന് മാർക്കിനേക്കാൾ കുറച്ചുകൂടി വേഗത ഉണ്ടെന്ന് ഒരു തോന്നൽ മാർക്കിന് അനുഭവപ്പെട്ടു തുടങ്ങി. മാർക്ക് നേസന്റ് സോളിലെ ഒരു യോദ്ധാവാണ്. നേസന്റ് സോളിൽ തന്നെ നിന്നുകൊണ്ടാണ് ഗാർഡിയനും മാർക്കിനോട് എതിരിടുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും അവർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് കാണും. പെട്ടെന്ന് മാർക്ക് അത് ശ്രദ്ധിച്ചു. ഗാർഡിയൻ ഡൊമൈൻ പവർ ഉപയോഗിക്കുന്നതാണ് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മാർക്കിന് ഇതുവരെ പഠിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ ഡൊമൈൻ പവർ. മാർക്കിന്റെ ഡൊമൈൻ മാർക്കിന്റെ പാത്താണ്. ആ പാത്ത് അനീതിക്കെതിരെയുള്ള പോരാട്ടമാണ്. അനീതിക്കെതിരെ പോരാടുമ്പോൾ മാർക്ക് പോലും അറിയാതെ മാർക്കിന്റെ ശക്തി വർദ്ധിക്കുന്നത് മാർക്ക് കണ്ടിട്ടുണ്ട്. ആ അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ തന്നെയാണ് സാക്ഷാൽ ജിയാങ് ഹീം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാത്തും അത് തന്നെയാണ്. ആ പാത്തിനെ തന്നെ ഒരു ആയുധമാക്കി മാറ്റുന്ന സംഭവം മാർക്ക് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഇതാ മാർക്കിന്റെ പിതാവ് അത് മാർക്കിനെതിരെ ഉപയോഗിക്കുകയാണ്. അതും നേസന്റ് സോൾ സ്റ്റേജിൽ വെച്ച്. അത് കണ്ടപ്പോൾ മാർക്കിന് അക്കാര്യം ഉറപ്പായി. മാർക്കിന്റെ അതേ സ്റ്റേജിലായിരിക്കുമ്പോഴും മാർക്കിനേക്കാൾ മെച്ചപ്പെട്ട ഒരു യോദ്ധാവായിരുന്നു മാർക്കിന്റെ പിതാവ്. അങ്ങനെ തോന്നിയതും മാർക്ക് ഡെവലപ്പ് ചെയ്ത ആ 10,000 ഫിറ്റ്സ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തു. 10,000 മുഷ്ടികളുടെ കരുത്ത് ഒരൊറ്റ മുഷ്ടിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്പെല്ലാണ് മാർക്ക് ബിൽഡ് ചെയ്തിരിക്കുന്നത്. മാർക്കിന്റെ
എൻറ്റയർ ഊർജവും ആ ഒരു സ്പെല്ലിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിന്റെ പവർ പോലും യഥാർത്ഥത്തിൽ ആ സ്പെല്ലിലുണ്ട്. മാർക്ക് അതിശക്തമായി ആ സ്പെല്ലുമായി ഗാർഡിയന് നേരെ കുതിക്കുമ്പോൾ ഗാർഡിയന്റെ കൈ മാർക്കിനെതിരെ പാഞ്ഞു വരികയാണ്. മാർക്കിന്റെ നെഞ്ചിലേക്ക് മാർക്കിനെ കടന്ന് ആ കൈ പതിച്ചു. ആ കൈ മാർക്കിന്റെ നെഞ്ചി പതിക്കുമ്പോൾ മാർക്ക് ശരിക്കും അമ്പരന്ന് പോയി. ആ പഞ്ചിന് ഒരു തരത്തിലുമുള്ള പവറും ഉണ്ടായിരുന്നില്ല. ആ കൈ മാർക്കിന് നെഞ്ചി തൊട്ടപ്പോൾ ഒരു പൂവ് കൊണ്ട് ആരെങ്കിലും നമ്മൾ നെഞ്ചി തൊടുമ്പോൾ നമുക്ക് എന്ത് അനുഭവപ്പെടുമോ ആ ഒരു ശൈലിയിലുള്ള ഒരു അനുഭവമാണ് മാർക്കിനുണ്ടായത്. മാർക്ക് ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ആ നിമിഷത്തിൽ മാർക്കിന്റെ കണ്ണുകൾ സ്വാഭാവികമായും ഗാർഡിയന്റെ മുഖത്തേക്ക് പതിഞ്ഞു. ആ ഒരു നിമിഷത്തിൽ മാർക്ക് അത് കണ്ടു. ആ ഗാർഡിയന്റെ ചുണ്ടുകളിൽ ഒരു ചെറു പുഞ്ചിരി ഒളിച്ചിരിക്കുന്നത്. ആ പുഞ്ചിരി ഒളിച്ചിരിക്കുന്ന ഗാർഡിയൻ സാവധാനം മങ്ങുന്നതും മാർക്കിന്റെ ശ്രദ്ധയപ്പെട്ടു. മാർക്കിന്റെ കൺമുന്നിൽ വെച്ച് ആ രൂപം അങ്ങ് അപ്രത്യക്ഷമാവുകയാണ്. ആ അപ്രത്യക്ഷമാകുന്ന സമയത്തും മാർക്ക് അമ്പരപ്പോടെ ആ കാഴ്ചയിലേക്ക് നോക്കി, ആ ചുണ്ടിലേക്ക്, ആ ഒളിച്ചിരിക്കുന്ന പുഞ്ചിരിയിലേക്ക്. അവന്റെ പിതാവ് അപ്രത്യക്ഷമായതും മാർക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. ആ ഹെവൻലി ട്രിബുലേഷൻ മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ അറ്റാക്ക് ചെയ്യാനായി മാർക്കിന്റെ അച്ഛന്റെ രൂപം ഉപയോഗിച്ചതാണെന്നുള്ള കാര്യം മാർക്കിന് അറിയാം. പക്ഷേ ആ രൂപത്തിന്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ പുഞ്ചിരി അതാണ് മാർക്കിനെ കുഴയ്ക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ആ രൂപം മാർക്കിന്റെ നെഞ്ചിൽ അവസാനമായി കൈവച്ചപ്പോ അത് ഒരു തലോടൽ മാത്രമായിരുന്നു. ഒരു തരത്തിലുള്ള ബലവും ആ പഞ്ചിനകത്ത് ഉണ്ടായിരുന്നില്ല. അതും മാർക്കിനെ തെല്ലെന്നുമല്ല അമ്പരപ്പിച്ചിരിക്കുന്നത്. ഇനി യഥാർത്ഥ അച്ഛൻ തന്നെയാണോ അവിടെ വന്നത്? അച്ഛന്റെ ഡിവൈൻ സെൻസിനെ അച്ഛൻ ശരിക്കും അവിടേക്ക് അയച്ചതാണോ? ഒരുപാട് ചോദ്യങ്ങൾ മാർക്കിന്റെ ഉള്ളിലേക്ക് വരികയാണ്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിനെ ഒരു കാര്യം മനസ്സിലായി, താൻ ഹെവൻലി ട്രിബുലേഷൻ വിജയകരമായി മറികടന്നിരിക്കുകയാണ്. അങ്ങനെ തോന്നിയതും മാർക്ക് ഫെല്ലർ അവിടെ ആ തറയിലേക്കിരുന്ന മാർക്ക് ഫെല്ലർ തന്റെ മെറിഡിയൻ ടെക്നിക്ക് വഴി ആ ബ്ലാക്ക് എനർജിയും അതുപോലെ സ്പിരിച്വൽ എനർജിയും അതിവേഗം ബോഡിക്ക് ചുറ്റും ഒന്ന് സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മാർക്കിന്റെ ചുറ്റുമുള്ള എൻവയോൺമെന്റ്, ആ പ്രകൃതി ഏതാണ്ട് പൂർണ്ണമായും മാർക്കിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ഫീല് മാർക്കിനുണ്ട്. ചുറ്റുമുള്ള പ്രകാശവും ചുറ്റുമുള്ള എനർജിയൊക്കെ മാർക്കിന്റെ ഉള്ളിലേക്ക് ഒഴുകി കയറുകയാണ്. മാർക്കിന്റെ ഉള്ളിൽ എന്തൊക്കെയോ നിറയുന്ന ഒരു ഫീല് മാർക്കിന് അനുഭവപ്പെടുകയാണ്. ഒരു ശക്തി വർധനവ് സ്വാഭാവികമായി മാർക്കിന് ഫീൽ ചെയ്യാണ്. മാർക്കിന്റെ എല്ലാ പോറുകളും തുറന്നിരിക്കുകയാണ്. ആ ദൂരങ്ങളിലൂടെ രോമകൂപങ്ങളിലൂടെയും ഇഷ്ടം പോലെ ഊർജം മാർക്കിലേക്ക് അങ്ങനെ നിറഞ്ഞു കയറുകയാണ്. അത് സ്പിരിച്വൽ എനർജി ആയിട്ടോ ഡാർക്ക് എനർജി ആയിട്ടോ ഒന്നുമല്ല, പ്യുവർ എനർജിയാണ് കയറുന്നത്. അവിടെ ആ ഹെവൻലി ട്രിബുലേഷന്റെ ഭാഗമായി മാർക്കിനെ തലങ്ങും വിലങ്ങും ചിതറിപ്പിച്ച് ആ ഹെവൻലി ട്രിബുലേഷന്റെ ഭാഗമായ ഊർജം മാർക്കിന്റെ ബോഡിയിലേക്ക് ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. മാർക്കിന്റെ ബോഡിക്ക് അപ്പോ ഒരു മാറ്റം ഉണ്ടായി. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പതുക്കെ ആ പ്രകാശം പുറത്തേക്ക് വരികയാണ്. ആ പ്രകാശം പുറത്തേക്ക് വന്നു തുടങ്ങിയതും മാർക്ക് ഫെല്ലർ എണീറ്റു. മാർക്കിന്റെ പെരുവിരൽ മുതൽ തലമുടി വരെ ഇപ്പോ സുവർണ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. മാർക്കിന്റെ എൻറ്റയർ ബോഡിയും ഒരു സുവർണ പ്രകാശത്തിനകത്താണെന്ന് പറയാം. മാർക്കിന്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രകാശമാണോ അതോ ആ പ്രകാശത്തിനകത്ത് മാർക്ക് നിൽക്കുകയാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. മാർക്കിന്റെ തലമുടി പോലും ശരിക്കും സുവർണ നിറത്തിൽ തിളങ്ങുകയാണ്. ഇതേ സമയത്ത് സീമാബായി അയാളെ ബന്ധിപ്പിച്ചിരുന്ന ആ ചങ്ങല അവസാനം പൊട്ടിച്ചു. അയാള് അതുവരെ പഠിച്ച സകല സംഭവങ്ങളെ എടുത്ത് ഉപയോഗിച്ചിട്ടാണ് ആ ചങ്ങല പൊട്ടിച്ചത്. ചങ്ങല പൊട്ടിച്ചിതറുമ്പോൾ ഹാൻസ് മില്ലർക്ക് തന്റെ അന്ത്യം അടുത്തുനിന്ന് മനസ്സിലായി. ശരിക്കും പാടുപെട്ട് ശ്വാസമെടുക്കാൻ ഒരു ശ്രമം ആ ചങ്ങല പൊട്ടിച്ചപ്പോ സീമബായി ഒന്ന് എടുത്തു. അയാള് ഒന്ന് ശ്വസിക്കുകയാണ്. ശരിക്കും അയാളെ വരിഞ്ഞു മുറുക്കിയിരുന്ന ആ ചങ്ങല അയാളുടെ കഴുത്തിലും വരിഞ്ഞു മുറുക്കിയിരുന്നു. ശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടിരുന്ന അയാൾ ശ്വാസം വലിച്ചെടുത്ത് ബോഡി ഒന്ന് ശാന്തമാക്കി. അതിനുശേഷം അയാൾ സാക്ഷാൽ ഹാൻസ് മില്ലറിനെതിരെ നടന്നെടുക്കുകയാണ്. ഹാൻസ് ഇപ്പോ തറയുന്ന സാവധാനം എണീറ്റു. അവന്റെ ബോഡിയിൽ കൂടി രക്തം ഒഴുകുന്നുണ്ട്. ഹാൻസിന്റെ ബോഡിയിൽ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം ഇപ്പൊ തീരെ ഇല്ലാന്ന് പറയാം. മാർക്കിനെ രക്ഷിക്കാൻ വേണ്ടി ഹാൻസ് ആ സിൽവർ സോഡ് ആക്ടിവേറ്റ് ചെയ്ത സമയത്തൊക്കെ അവന്റെ ശരീരത്തിലെ സ്പിരിച്വൽ എനർജിയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ആക്ടിവിറ്റി ഒക്കെ ചെയ്തത്. അവന്റെ ശരീരത്തിലെ എൻറ്റയർ സ്പിരിച്വൽ എനർജിയും ഏതാണ്ട് ഒഴുകി തീർന്നു എന്ന് പറയാം. വളരെ ക്ഷീണത്തോടെ അങ്ങനെ എണീറ്റ് നിൽക്കുന്ന ഹാൻസ് മില്ലറെ നോക്കി സീമബായി അവനോട് പറഞ്ഞു, നീ ഒരുത്തരാണ് എന്റെ എല്ലാ ശ്രമങ്ങളെയും തടസ്സപ്പെടുത്തിയത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സീമബായി കൈ ഒന്ന് നീട്ടിയതും ഒരു സക്ഷൻ ഫോഴ്സ് ഹാൻസ് മില്ലറെ അയാളുടെ അടുത്തേക്ക് വലിച്ചടിപ്പിച്ചു. ശരിക്കും അയാള് ഹാൻസ് മില്ലർ ഇങ്ങനെ വലിച്ചെടുത്തു എന്ന് പറയാം. ഹാൻസ് മില്ലർ വലിച്ചെടുത്ത സീമബായിയുടെ ഇടത് കൈയിലാണ് ഇപ്പോ ഹാൻസ് മില്ലർ. ഇടത് കൈ കൊണ്ട് സീമബായി ഹാൻസ് മില്ലറുടെ കഴുത്തിൽ അങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ശബ്ദം അവര് രണ്ടുപേരും കേട്ടത്. ഏയ് അവനെ വിട്. ശബ്ദം കേട്ട ദിക്കിലേക്ക് സീമബായിയും ഹാൻസ് മില്ലറും ഒരുമിച്ച് നോക്കുമ്പോൾ സുവർണ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന സാക്ഷാൽ
മാർക്ക് ഫെല്ലറെ അവർ കണ്ടു. അത് കണ്ടതും ഹാൻസ് മില്ലർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. തന്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. അങ്ങനെ തോന്നലാണ് പെട്ടെന്ന് ഹാൻസിന് ഉണ്ടായത്. ആ തോന്നല് ഹാൻസിന് ഉണ്ടാകുമ്പോൾ തന്നെ സീമാബായി മാർക്കിനെ ഒന്ന് വിലയിരുത്തി. മാർക്ക്, നീ അങ്ങനെ വിജയകരമായി മൈറ്റി ലെവലിലേക്ക് കടന്നു അല്ലേ? മൈറ്റി ലെവലിലേക്ക് കടന്നു എന്നതുകൊണ്ട് നീ എല്ലാം തികഞ്ഞവനാണെന്ന് സ്വയം ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റ്. നിന്നെ നേസന്റെ സോളി വെച്ച് കൊല്ലാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. നീ മൈറ്റി ലെവൽ എത്തിയാലും എനിക്ക് നിന്നെ അനായാസമായിട്ട് കൊല്ലാം. അങ്ങനെ സീമാബായി പറഞ്ഞതും മാർക്ക് സീമാബായിയോട് ഒരിക്കൽ കൂടി പറഞ്ഞു, അവനെ വിട്. മാർക്ക്, അവനെ വിടാനല്ല ഞാൻ പിടികൂടിയത്, അവനെ വിടാനല്ല ഞാൻ പിടികൂടിയത് എന്ന് സീമാബായി പറഞ്ഞപ്പോ അയാൾക്കൊരു പെയിൻ അനുഭവപ്പെടുകയാണ്. വേദന അനുഭവപ്പെട്ട ഭാഗത്തേക്ക് അയാൾ നോക്കുമ്പോൾ അയാളുടെ ഇടത് കൈ മുട്ടിന് താഴെ വെച്ച് ഇല്ല. അയാളുടെ മുട്ടിന്റെ അവിടെ വെച്ച് ആ കൈ അറ്റുപോയിരിക്കുകയാണ്. അതേ നിമിഷത്തിൽ അയാൾ ആ കാഴ്ച കണ്ടു. സാക്ഷാൽ ഹാൻസ് മില്ലർ മാർക്കിന്റെ അടുത്ത് നിൽക്കുന്ന കാഴ്ച. മാർക്ക് സീമാബായിയുടെ കൈ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കാനാവാതെ സീമാബായി അവിടെ തറയിൽ വീണ് കിടക്കുന്ന കൈയിലേക്കും മാർക്ക് ഫെല്ലറേക്കും നോക്കുമ്പോൾ മാർക്ക് വലത് കൈ ഹാൻസ് മില്ലറുടെ മുതുകിലേക്ക് പിടിച്ചു. ശരിക്കും മാർക്ക് ഒന്ന് അടിച്ചു പിടിച്ചു എന്ന് പറയാം. ആ കൈ ഇങ്ങനെ അടിച്ചു പിടിച്ച മാർക്ക് ഫെല്ലർ തന്റെ കൈയിലൂടെ അതിവേഗം സ്പിരിച്വൽ എനർജി ഹാൻസ് മില്ലറുടെ പുറത്തേക്ക് കയറ്റുകയാണ്. നിമിഷ നേരം കൊണ്ട് ഹാൻസ് മില്ലറുടെ ശരീരത്തിന് ആവശ്യമുള്ള സ്പിരിച്വൽ എനർജിയുടെ 50% മാർക്ക് ഫെല്ലർ കയറ്റി വിട്ടത്. ഹാൻസിന്റെ പ്രസരിപ്പ് പെട്ടെന്ന് മടങ്ങി വന്നത്. ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, താങ്ക് യു മാർക്ക്, താങ്ക് യു. ഹാൻസ്, ഇനി നീ ഒന്ന് മാറി നിന്നേ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് ഫെല്ലർ സീമാബായിക്ക് നേരെ തിരിഞ്ഞു. തന്റെ മുറിഞ്ഞുപോയ ഇടത് കൈയിലേക്ക് ഒന്ന് നോക്കിയിട്ട് സീമാബായി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശക്തി നേടിയെന്ന് സ്വയം ധരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ്. ഇതൊന്നും എനിക്കൊരു വിഷയമേ അല്ല. അയാൾക്ക് കൈ മുറിച്ചു കളഞ്ഞാലും തിരിച്ച് അത് പിടിപ്പിക്കാൻ അറിയാമെന്ന് വ്യക്തമാണ്. ആ കൈയിലേക്ക് വലിയ കോൺഫിഡൻസ് ആണ്. പെട്ടെന്നാണ് സീമാബായി കൈ ഒന്ന് ചലിപ്പിച്ചത്. ആ നിമിഷത്തിൽ ഒരു കൂറ്റൻ കൈ അയാൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഒറ്റ കൈ കൊണ്ട് സീമാബായി ആ കൈ സൃഷ്ടിച്ചത്. ഒരു വലിയ കൈയാണ് ആകാശത്ത് രൂപം കൊണ്ടത്. മാർക്ക് ഒരുപാട് തവണ കണ്ടിട്ടുള്ള ആ ടെക്നിക്ക് സീമാബായി അവിടെ അവതരിപ്പിക്കുകയാണ്. ആ കൈ താഴ്ന്നു വരുമ്പോ മാർക്ക് ഒരു ഒറ്റ ഇടി. ആ കൈ അപ്പൊ തന്നെ തകർന്നു. മാർക്ക് സീമാബായിയോട് പറഞ്ഞു, ഇതുപോലുള്ള തമാശകൾ കാണിക്കാനാണ് നീ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് അത് കണ്ടു നിൽക്കാനുള്ള സമയമില്ല. സാധാരണഗതിയിൽ ഈ മാർഷൽ ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവർ വലിയ തുറുപ്പുചീട്ടായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് ഈ വലിയ കൈ എന്ന് പറയുന്നത്. അത് അവരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ മാർക്ക് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് കാണുകയും അതിനെ എതിരിടുകയും ചെയ്ത വ്യക്തിയാണ്. ആ ഘട്ടങ്ങളൊക്കെ മാർക്ക് കടന്നതാണ്. മാർക്ക് പറഞ്ഞത് കേട്ടതും സീമാബായി ഒന്ന് ചിരിച്ചു. മാർക്ക് ഫെല്ലർ, എനിക്കും അത് അങ്ങനെയാണ് തോന്നുന്നത്. ഈ തമാശ കളിക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അങ്ങനെ അയാൾ പറഞ്ഞതും അയാളുടെ ബോഡിയിൽ നിന്ന് ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നു തുടങ്ങി. അതിവേഗമാണ് ആ കറുത്ത പുക അയാൾക്ക് ചുറ്റും അങ്ങ് വ്യാപിച്ചത്. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ കറുത്ത പുക അയാൾക്ക് ചുറ്റും അങ്ങ് വ്യാപിച്ചതും ആ കറുത്ത പുക പെട്ടെന്നാണ് അനവധി വലയങ്ങളായി മാറിയത്. കറുത്ത പുക കൊണ്ടുള്ള വലയങ്ങൾക്ക് ഉള്ളിൽ ഇപ്പോ സീമാബായി നിൽക്കുകയാണ്. ഒരുപാട് വലയങ്ങളുണ്ട്. ഓരോ വലയത്തിന് മുകളിലും അടുത്ത വലയം വരികയാണ്. ഓവർലാപ്പ് ചെയ്ത് വലയങ്ങളാണ്. അനവധി വലയങ്ങൾ അയാൾക്ക് ചുറ്റും രൂപം കൊണ്ടതും അയാള് ഒന്ന് കൈ അനക്കി. ആ നിമിഷത്തിൽ അയാൾക്ക് ചുറ്റുമുള്ള വലയങ്ങൾ പതുക്കെ ചലിച്ചു തുടങ്ങിയാണ്. സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചലിക്കുന്ന അതേ ശൈലിയിൽ ആ സീമാബായിക്ക് ചുറ്റും ആ വലയങ്ങൾ അതിവേഗം കറങ്ങി തുടങ്ങി. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ വലയങ്ങൾ കറങ്ങുമ്പോൾ വൻതോതിലുള്ള ഒരു പ്രഷർ സ്വാഭാവികമായും അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് കണ്ടതും മാർക്ക് ഒരു ശബ്ദം കേട്ടു. മാർക്ക്, ഇത് ഇമോർട്ടൽ സ്ലേയിങ് സെക്ഷന്റെ ഒരു ടെക്നിക്കാണ്. അതിനെ എളുപ്പം തകർക്കാൻ പറ്റില്ല. അത് ശരിക്കും പവർഫുൾ ആണ്. സ്കൈ ബ്ലഡ് റെയിൻബോ അത് പറയുമ്പോൾ പുറകെ നിൽക്കുന്ന ഹാൻസ് മില്ലറും മാർക്കിനോട് വിളിച്ചു പറഞ്ഞു, മാർക്ക് ശ്രദ്ധിക്കണേ, ആ റേഡിയൻസ്, ആ വലയങ്ങളുടെ കപ്പാസിറ്റി നേരത്തെ ഹാൻസിനെ ശരിക്കും ബുദ്ധിമുട്ടിച്ചതാണ്. വീണ്ടും ഇതാ ആ വലയങ്ങൾ മാർക്കിനെ നേരിടാനായി എത്തിയിരിക്കുകയാണ്. മാർക്ക് ഫെല്ലർ ഒന്നും മിണ്ടാതെ കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. മാർക്കിന്റെ കൈ ആ വലയങ്ങൾ പതിക്കുമ്പോൾ ആ കൈക്കൊപ്പമുള്ള സുവർണ പ്രകാശം ആ വലയങ്ങളിൽ തട്ടി. മാർക്കുമായി ടച്ച് ചെയ്ത ആദ്യത്തെ വലയം ആ ഇടി തകർന്നു. ആ വലയം തകർന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ കൈ സൃഷ്ടിച്ച ആ ഫോഴ്സ് അടുത്ത വലയത്തിൽ തൊട്ട് കഴിഞ്ഞു. അതും തകർന്നു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ വലയങ്ങൾ ഒന്നൊന്നായി തകർത്തുകൊണ്ട് മാർക്ക് ഫെല്ലറുടെ കൈ സൃഷ്ടിച്ച ആ കാറ്റ് സാക്ഷാൽ സീമാബായിയുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി. ഇടിയേറ്റ് സീമാബായി ശരിക്കും ദൂരേക്ക് തെറിച്ചു വീണ അയാൾ ഒന്ന് എണീക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ തൊട്ടു മുന്നിൽ മാർക്ക് ഫെല്ലർ ഉണ്ട്. മാർക്ക് അവന്റെ നെഞ്ചിൽ ചവിട്ടിയിരിക്കുകയാണ്. മാർക്ക് സീമാബായിയോട് ചോദിച്ചു, നിങ്ങളുടെ നോർത്തേൺ ലാൻഡും
ഇമോർട്ടൽ സ്ലേയിങ് സെഷൻ തമ്മിൽ എന്താ ബന്ധം? ഇമോർട്ടൽ സ്ലേയിങ് സെഷൻ എന്ന് കേട്ടപ്പോ സീമബായി ശരിക്കും ഞെട്ടി. മാർക്ക്, അതൊക്കെ അറിഞ്ഞിട്ടാണോ നീ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? സീമബായി, ചോദിച്ചതിന് മാത്രം ഉത്തരം പറ. നോർത്തേൺ ലാൻഡും ഇമോർട്ടൽ സ്ലേയിങ് സെഷൻ തമ്മിൽ എന്താണ് ബന്ധം? അത് കേട്ടതും സീമബായി തറയിൽ കിടന്നുകൊണ്ട് തന്നെ ഉറക്കെ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ എന്നെ കൊന്നാലും ഞാൻ അതിന് ഉത്തരം പറയില്ല. അങ്ങനെ സീമബായി ഉറക്കെ പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളോട് പറഞ്ഞു, എന്നാൽ നീ ഉത്തരം പറയണ്ട. അങ്ങനെ പറഞ്ഞ മാർക്ക് കാലൊന്നുയർത്തി ഒരു ഒറ്റ ചവിട്ട്. മാർക്ക് ചവിട്ടിയത് സീമബായിയുടെ ആ തലയിലാണ്. ചവിട്ടേറ്റ് ആ തല അങ്ങ് ചിതറി. തല ചിതറുമ്പോ സ്വാഭാവികമായിട്ടും പ്രിമോഡിയൽ സ്പിരിറ്റ് പുറത്തേക്ക് ചാടേണ്ടതാണ്. പക്ഷെ മാർക്കിന് അത് കാണാൻ പറ്റിയില്ല. അതിന് പകരം മാർക്ക് കാണുന്നത് ഒരു ചെറിയ പ്രകാശം സീമബായിയുടെ നെഞ്ചിൽ നിന്ന് ഒന്ന് പറന്ന് മുകളിലേക്ക് ഉയരുന്നതാണ്. മുകളിലേക്ക് ഉയർന്ന ആ പ്രകാശം പെട്ടെന്ന് സീമബായിയുടെ ഒരു രൂപത്തിലേക്ക് മാറി, ഒരു അയഥാർത്ഥമായ രൂപം. ആ രൂപം മാർക്കിനോട് പറഞ്ഞു, ഹേയ് മാർക്ക് ഫെല്ലർ, നീ കരുതി ഇതെന്റെ യഥാർത്ഥ രൂപമാണെന്നല്ലേ? മാർക്ക്, നിനക്ക് തെറ്റിയടാ. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കൈ ആകാശത്തുനിന്ന് വീശി. ആ സമയത്ത് ഒരു കാറ്റ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ കാറ്റ് ആ രൂപത്തെങ്ങ് തുടച്ചു മാറ്റി. ഇതേ സമയത്ത് അങ്ങ് നോർത്തേൺ ലാൻഡിൽ ധ്യാനത്തിലിരിക്കുന്ന ഒരാള് ഞെട്ടി ചാടി എണീറ്റു. ശരിക്കും അയാളുടെ കണ്ണുകൾ വളരെ തിളങ്ങിയാണ്. അയാൾ ചാടി എണീക്കുന്ന കണ്ടതും അയാളുടെ ശിഷ്യന്മാർ ഓടി അയാളുടെ അടുത്ത് വന്നു, ലോർഡ് സീമബായി, എന്താ, എന്തു പറ്റി? ആ ചോദ്യം കേട്ടതും സീമബായി അല്പനേരം നിശബ്ദനായി നിന്നു. നല്ല വെളുത്ത തലമുടിയുള്ള, നീണ്ട താടിയുള്ള, ശരിക്കും പ്രായം തോന്നുന്ന ഒരു മനുഷ്യനാണ് സീമബായി. ആ സീമബായി ആ ചോദ്യം കേട്ടതും കൈ രണ്ടും പുറകിലേക്ക് കെട്ടി വളരെ ശാന്തമായി ആ കൂടി നിൽക്കുന്ന ആളുകളെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, എൻ്റെ ആ രൂപത്തെ മാർക്ക് ഫെല്ലർ അവസാനിപ്പിച്ചു. ലോർഡ് സീമബായി, അങ്ങ് എന്തായി പറയുന്നത്? അങ്ങയുടെ രൂപം ശരിക്കും ശക്തമല്ലേ? അതെ, ശക്തമാണ്. പക്ഷേ അവൻ അത് അവസാനിപ്പിച്ചു. ലോർഡ് സീമബായി അത് പറയുമ്പോൾ ശരിക്കും അയാളുടെ അടുത്ത് നിൽക്കുന്ന ആ നോർത്തേൺ ലാൻഡിലെ ആളുകൾക്ക് അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മൈറ്റി ലെവൽ യോദ്ധാവിനേക്കാൾ ശക്തനായിരുന്നു യഥാർത്ഥത്തിൽ സീമബായിയുടെ ആ പ്രതിരൂപം. അതിനെ മാർക്ക് ഫെല്ലർ തകർത്തു എന്ന് പറയുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ശക്തി വൻതോതിൽ വർദ്ധിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. മാർക്ക് ഫെല്ലറെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും നോർത്തേൺ ലാൻഡുകാർക്ക് അറിയില്ല. അവരുടെ ശ്രദ്ധ പൂർണ്ണമായും ശ്രീഹരിയിലേക്കും അതുപോലെ ജൂവിലും പിന്നെ ഹെവൻലി ക്ലൗഡ് സെക്ഷനിലുമാണ്. മാർക്ക് ഫെല്ലർ ഒരു അപ്രധാന കഥാപാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവിടെ ആ സംഭാഷണം നടക്കുമ്പോൾ മാർക്കിന്റെ അടുത്തേക്ക് ഓടിയെത്തിയ ഹാൻസ് മാർക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. മാർക്കിനെ കെട്ടിപ്പിടിച്ച ഹാൻസിനെ മാർക്ക് ഒന്ന് പുണർന്നതിന് ശേഷം നേരെ നിർത്തി അവനോട് പറഞ്ഞു, ഹാൻസ്, താങ്ക് യു. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വിജയം നേടാൻ പറ്റുമായിരുന്നില്ല. മാർക്ക്, സൗഹൃദം പിന്നെ എന്തിനാ? ആ രണ്ട് വാക്കുകളിൽ എല്ലാം ഉണ്ട്. സൗഹൃദം പിന്നെ എന്തിനാ? അങ്ങനെ ഹാൻസ് പറഞ്ഞതും മാർക്ക് ഹാൻസിനെ ഒന്ന് ചേർത്ത് പിടിച്ചു. രണ്ടുപേരും അവിടെ നിന്ന് എത്തിയത് ഹാൻസിന്റെ വസതിയിലാണ്. ഹാൻസിന്റെ വസതിയിൽ മാർക്ക് ഹാൻസുമായി എത്തുമ്പോൾ അവിടെ സാക്ഷാൽ ലീന ഡേവിസ് ഉണ്ട്. മാർക്കിനെയും ഹാൻസിനെയും കണ്ട ലീന ശരിക്കും ഞെട്ടിത്തരിച്ചു പോവുകയാണ്. മാർക്ക് ഫെല്ലർ ആ ട്രിബുലേഷനിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് 100% അവർക്ക് ഉറപ്പായിരുന്നു. അവിടെ സീമബായി ഉണ്ട്. സീമബായിയുടെ കയ്യിൽ സാക്ഷാൽ ഹാൻസ് ഫെല്ലറും കൊല്ലപ്പെടുമെന്ന് അവർക്കറിയാം. പക്ഷേ അവളിതാ കാണുന്നത് മാർക്കിനെയും അതേപോലെ ഹാൻസിനെയുമാണ്. ലീന ആദ്യം ശരിക്കും ഒന്ന് പതറി. പക്ഷെ കൗശലത്തിന്റെ അവസാന വാക്കാണല്ലോ ഈ ലീന എന്ന് പറയുന്നത്. അവൾ പെട്ടെന്ന് ആ പതർച്ച മറികടന്നുകൊണ്ട് ഓടി മാർക്കിനും ഹാൻസിനും അടുത്തെത്തി. അവൾ മാർക്കിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, കൺഗ്രാജുലേഷൻ, നീ മൈറ്റി ലെവലിലേക്ക് കടന്നു അല്ലേ? അങ്ങനെ അവൾ ചോദിച്ചതും മാർക്ക് ഫെല്ലർ കൈയൊന്ന് അനക്കിയതും ഒരേ നിമിഷത്തിലാണ്. ആ നിമിഷത്തിൽ ലീന ഡേവിസ് അവൾ നിന്ന സ്ഥലത്തുനിന്ന് പറന്ന് മാർക്കിന്റെ അടുത്തേക്ക് വന്നു. മാർക്കിന്റെ സക്ഷൻ ഫോഴ്സ് ലീനയെ മാർക്കിന്റെ കയ്യിലേക്ക് വലിച്ചു വരുത്തുകയായിരുന്നു. മാർക്കിന്റെ കയ്യിൽ ഇപ്പോ അവളുടെ കഴുത്തിരിക്കുകയാണ്. മാർക്ക് ആ കഴുത്തിൽ ഒന്ന് പിടിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, നീ ഇനിയും അഭിനയിക്കാനാണ് ഭാവമെങ്കിൽ നിന്നെ ഞാൻ ഇപ്പോ ഇവിടെ അവസാനിപ്പിക്കും. മാർക്ക്, എന്തായി ചെയ്യുന്നത്? ഞാൻ വെറും പാവം. അങ്ങനെ ലീന പറയുമ്പോൾ അവിടെയുള്ള ഹാൻസിന്റെ കൂട്ടുകാരൊക്കെ ഓടി അടുത്തേക്ക് വന്നു. മാർക്ക്, എന്താ ഇത് ലീന ഡേവിസ് ആണ്. അവള് നമ്മുടെയൊക്കെ സുഹൃത്തല്ലേ, അവളെ എന്തിനാ ഉപദ്രവിക്കുന്നത്? അത് കേട്ടതും മാർക്ക് ഫെല്ലർ ലീനയുടെ കഴുത്തിൽ ഒന്ന് മുറുക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഇവള് എന്നെ കൊല്ലാൻ ശ്രമിച്ചവളാണ്. മാർക്കിനെ കൊല്ലാൻ ശ്രമിച്ചവളാണ് ലീന ഡേവിസ് എന്ന് കേട്ടപ്പോ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾക്ക് വല്ലാത്തൊരു അതിശയം. ലീന വളരെ നാളുകൾക്ക് മുമ്പേ മൈറ്റി ലെവലിലേക്ക് കടന്ന വ്യക്തിയാണ്. അവൾ അതിശക്തിയാണ്. അവളുടെ ഡേവിസ് കുടുംബം അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ഒരു വലിയ ക്ലാനാണ്, ഒരു വലിയ വംശമാണ് അവളുടെ കുടുംബം എന്ന് പറയുന്നത്.
അതിലെ ഒരു പ്രധാനപ്പെട്ട താരമാണ് ലീന ഡേവിസ്. അവള് മാർക്കിനെ പോലെ ഒരാളെ കൊല്ലാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്. അവരുടെ മുഖത്തെ ആ അമ്പരപ്പ് കണ്ടതും ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് അവളെ വിട്. ഹാൻസ് എന്ന് പറഞ്ഞതും മാർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കാതെ ലീനയുടെ കഴുത്തിൽ നിന്ന് കൈയെടുത്തു. ലീനയുടെ കഴുത്തിൽ നിന്ന് മാർക്ക് കൈയെടുത്തതും ലീന ശരിക്കും താഴേക്കൊന്ന് വീണു. യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ ലീന ഡേവിസിനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. താഴെ വീണ അവൾ ശ്വാസം ഒന്ന് വലിച്ചെടുത്തു. ശരിക്കും അവളുടെ ശ്വാസം ഏതാനും നിമിഷം മുമ്പ് നിലച്ചതുപോലെയായിരുന്നു. മാർക്ക് ഫെല്ലർ കൈ ഒന്ന് അമർത്തിയിരുന്നെങ്കിൽ അവൾ അവിടെ അവസാനിച്ചതേ. അവൾ ശ്വാസം വലിച്ചെടുത്തുകൊണ്ട് ഹാൻസിനോട് പറഞ്ഞു, താങ്ക് യു ഹാൻസ്, താങ്ക് യു. അത് കേട്ടതും ഹാൻസ് ഫെല്ലർ ലീന ഡേവിസിനോട് പറഞ്ഞു, ലീന, ഇനി നീ ഒരിക്കൽ പോലും എന്റെ മുന്നിലേക്ക് വരരുത്. ഹാൻസ്, ഹാൻസ് എന്താ അങ്ങനെ പറയുന്നത്? ലീന, നീ മാർക്കിനെ കൊല്ലാൻ പ്ലാൻ ചെയ്ത കാര്യം ഞാൻ മനസ്സിലാക്കിയില്ല എന്നാണോ നീ കരുതുന്നത്? മാർക്കിനെ കൊല്ലാൻ ലീന ഡേവിസ് പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യം ഹാൻസ് മനസ്സിലാക്കി എന്ന് ഹാൻസ് തന്നെ പറഞ്ഞപ്പോ ലീന ഒന്ന് പതറി. ആ നിമിഷത്തിൽ മാർക്ക് ഫെല്ലർ ലീന ഡേവിസിനോട് പറഞ്ഞു, ലീന, നീ ഹാൻസിനോട് സംസാരിക്കുന്നത് ഞാനും കേട്ടതാണ്. ലീന, ഹാൻസ് പറഞ്ഞത് മറക്കാതിരിക്കുക. ഒരിക്കൽ കൂടി നീ ഞങ്ങളുടെ പാതയിലേക്ക് കടന്നു വന്നാൽ അവിടെ നീ അവസാനിക്കും. അത് കേട്ടതും ലീന ഒന്നും മിണ്ടാതെ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ശരിക്കും അവൾക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. അവൾ ഈ സധേൺ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അറിയപ്പെടുന്ന പോരാളിയാണ്. അവൾ വളരെ ശക്തിയാണ്, സുന്ദരിയാണ്. സുന്ദരിയും ശക്തിയുമായ അവളെ മാർക്ക് ഫെല്ലർ അവഗണിച്ചു എന്നുള്ളത് ഒരു കാര്യം. ഇതാ അപമാനിക്കൂടി ചെയ്തിരിക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും വകവെച്ചുകൊടുക്കാൻ പറ്റും? മാർക്കിനെ അവസാനിപ്പിക്കണം. അതിന് എന്താണ് മാർഗമെന്ന് ആലോചിച്ചുകൊണ്ട് താഴേക്ക് അവളെ നടക്കുമ്പോൾ അകത്ത് ആ കൂടിയിരിക്കുന്ന ആളുകൾ ഹാൻസിനെയും മാർക്കിനെയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ കാര്യങ്ങൾ അറിഞ്ഞില്ലേ? എന്ത് കാര്യം? അവിടെ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ യോങ്ജി ആക്രമിക്കുകയാണ്. യോങ്ജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ആ നോർത്തേൺ ലാൻഡുകാരുമുണ്ട്. യോങ്ജി രണ്ടാമത്തെ തവണ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷനെ അറ്റാക്ക് ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാനായി നോർത്തേൺ ലാൻഡും എത്തിയെന്നാണ് ആ കൂട്ടുകാര് മാർക്കിനോടും ഹാൻസിനോടും പറഞ്ഞത്. ഇപ്പോ ശക്തമായ ഫൈറ്റ് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ നടക്കുകയാണ്. ശരിക്കും അതിശക്തമായ ഫൈറ്റിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അവരുടെ പ്രമുഖരായ ആളുകളെയൊക്കെ നോർത്തേൺ അതിർത്തിയിൽ നിന്നും മറ്റ് പ്രമുഖ ടൗണുകളിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് മടക്കി വിളിച്ചിരിക്കുകയാണ്. യുദ്ധം അതിന്റെ അവസാന സ്റ്റേജിലേക്ക് കടക്കാൻ പോവുകയാണെന്നുള്ള ഒരു തോന്നലാണ് അത് കേട്ടപ്പോൾ മാർക്കിനുണ്ടായത്. ആ സംഭാഷണം ശ്രദ്ധിക്കായിരുന്ന ഹാൻസ് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എന്തായാലും യുദ്ധം ഇന്നുകൊണ്ടൊന്നും അവസാനിക്കില്ല. മാർക്കിന് ആ യുദ്ധത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവിടേക്ക് പോവുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഹാൻസ് പറയുമ്പോൾ മാർക്കും അതാ ആലോചിക്കുന്നത്. കുറെ ദിവസമായി മാർക്ക് ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാൻസിന്റെ ആ ഓഫർ നിരസിക്കാൻ മാർക്കിന് പറ്റില്ല. അതിവേഗമാണ് അവിടെ ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്യപ്പെടുന്നത്. ഇതേ സമയത്ത് ഹെവൻലി ക്ലൗഡ് സെക്ഷനിൽ പൊരിഞ്ഞ യുദ്ധം നടക്കുകയാണ്. നോർത്തേൺ ടീമിന്റെ ലീഡറായി എത്തിയിരിക്കുന്നത് ഒരു ഷെയ്നാണ്. ആ ഷെയ്ൻ അതിശക്തനാണ്. ഷെയ്നിന്റെയും യോങ്ജിയുടെയും സംയുക്ത അറ്റാക്കിൽ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ ഏതാണ്ട് കുലുങ്ങിയിട്ടുണ്ട്. അവരുടെ അതിശക്തമായ അറ്റാക്കിൽ ഇപ്പോ നേരിടുന്നത് ഫസ്റ്റ് എൽഡറും ഡെപ്യൂട്ടി സെക്ഷൻ മാസ്റ്ററും ഒരുമിച്ചാണ്. അതോടൊപ്പം ബാക്കി എൽഡേഴ്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഈ സമയത്ത് ഒരു അപ്പർ ഹാൻഡ് ഹെവൻലി ക്ലൗഡ് സെക്ഷനോ യോങ്ജിയുടെ ടീമിനോ ഇല്ലാത്ത അവസ്ഥയാണ്. ഏതാണ്ട് സമാസമം നിൽക്കുകയാണ്. രണ്ട് ഭാഗത്തേക്കും ആളുകൾ എത്താനുണ്ട്. ഏത് ഭാഗത്താണ് ആളുകൾ ആദ്യം എത്തുന്നത് അതിനനുസരിച്ച് കഥ ആകെ മാറും. ഒളിവിലിരുന്ന് ഈ രംഗങ്ങൾ വീക്ഷിക്കുന്ന ആളുകൾ അങ്ങനെയാണ് ആ സംഭവത്തെ വിലയിരുത്തുന്നത്. ഏത് ഭാഗത്തേക്കായിരിക്കും ആദ്യം റീഇൻഫോഴ്സ്മെന്റ് എത്തുക, ആ റീഇൻഫോഴ്സ്മെന്റ് ആയിരിക്കും ശരിക്കും അവിടെ നടക്കുന്ന ആ യുദ്ധത്തിന്റെ ഗതി തീരുമാനിക്കുക. യുദ്ധത്തിന്റെ ഗതി എങ്ങോട്ടാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ആ ഇരുട്ടത്തിരിക്കുന്ന ആളുകൾക്ക് ആ യുദ്ധത്തിന്റെ ഭാഗമാകാൻ. അവര് അങ്ങനെ പറയുമ്പോൾ യുദ്ധം അതിന്റെ എല്ലാ രൂക്ഷതയോടുകൂടി ആ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ ആ ഭാഗത്ത് അതിശക്തമായി നടക്കുകയാണ്. പിറ്റേ ദിവസം ഏകദേശം വൈകുന്നേരമാകാറായി. അപ്പോഴാണ് ഒരു കറുത്ത ഈഗിൾ ആകാശത്ത് നിന്ന് ആ ഭാഗത്തേക്ക് വരുന്നത് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പലരും കാണുന്നത്. ആ ഈഗിൾ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ സമീപത്ത് എത്താറാകുമ്പോൾ ആ പരുന്തിന്റെ മുകളിൽ നിൽക്കുന്ന ആളെ താഴെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും വ്യക്തമായി കണ്ടു. ആ പരുന്തിന്റെ മുകളിൽ നിൽക്കുന്നത് സാക്ഷാൽ മാർക്ക് ഫെല്ലറാണ്. മാർക്ക് കൈ രണ്ടും പുറകിൽ കെട്ടി മുകളിൽ നിന്ന് താഴേക്ക് നോക്കുകയാണ്. ഈ സമയത്ത് ആകാശത്തും തറയിലുമായി യുദ്ധം കൊടുപിരി കൊണ്ടിരിക്കുകയാണ്. ആ ആകാശത്തുള്ള ആളുകളൊക്കെ മാർക്ക് ഫെല്ലറെ കണ്ടു. മാർക്ക്
പറന്ന് നേരെ ഹെവൻലി ക്ലൗഡ് സെക്ഷന്റെ മുകളിലെത്തി. താഴെയുള്ള ആളുകൾക്കും ഇപ്പോ മാർക്ക് ഫെല്ലറെ കാണാം. മാർക്ക് ഫെല്ലറെ കാണുമ്പോൾ തന്നെ ഒരു വിറയൽ ഫസ്റ്റ് എൽഡർക്കും അതുപോലെ ബാക്കിയുള്ളവർക്കും ഉണ്ടാവുകയാണ്. മാർക്കിന്റെ ശക്തിയിൽ വൻ വർധനവ് വന്നു എന്നൊരു സംശയം താഴെ നിൽക്കുന്ന ആളുകൾക്കുണ്ട്. ഇത്രയും ദിവസം മാർക്ക് എവിടെയായിരുന്നു അതും അവർക്കറിയത്തില്ല. അമ്പരപ്പോടെ മുകളിലേക്ക് നോക്കുന്ന ആളുകൾ പെട്ടെന്നാണ് ആ ശബ്ദം കേട്ടത്. ശബ്ദം യോങ്ജിയുടെയാണ്. മാർക്ക് ഇവിടെ ഇവിടെ! യോങ്ജിയുടെ ശബ്ദം കേട്ടതും മാർക്ക് താഴേക്ക് നോക്കി. അവിടെ യോങ്ജിയും ഫസ്റ്റ് എൽഡറും തമ്മിൽ ശക്തമായ ഫൈറ്റ് നടക്കുകയാണ്. അത് കണ്ടതും മാർക്ക് ഫെല്ലർ ആ ബ്ലാക്ക് ഈഗിളിൽ താഴേക്ക് ഇറങ്ങി. യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയ മാർക്ക് അതിവേഗം മാർക്കിന്റെ ആ പരുന്തിനെ ഒളിപ്പിച്ചതിന് ശേഷം യോങ്ജിയുടെ സമീപത്തേക്ക് വന്നു. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.